നാരായണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് തിരുനാരായണപുരത്തപ്പൻ്റെ മണ്ണിൽ ഏറ്റവും സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ വെച്ച് അല്പസമയം ഭഗവാനെ കുറിച്ച് വിചാരം ചെയ്യാനുള്ള ഒരു അവസരം തന്ന ഗുരുവായൂരപ്പന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ നന്ദി പറയുന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ച ബഹുമാനപ്പെട്ട ക്ഷേത്ര ഭാരവാഹികൾ, ഇവിടെ പ്രഭാഷണമുണ്ട് എന്നറിഞ്ഞപ്പോൾ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വരാം എന്ന് പറഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഗുരുവായൂരപ്പനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ, വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളുടെയൊക്കെ മുമ്പിൽ അല്പസമയം ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയതിന് ഒരിക്കൽ കൂടി ഗുരുവായൂരപ്പനോട് നന്ദി പറയുന്നു. അല്പസമയം നമുക്ക് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാം. പ്രഭാഷണങ്ങൾ അങ്ങനെ കേട്ട ആളുകൾ ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ പ്രഭാഷണം ഒരുപാട് ഔപചാരികതകളില്ലാതെ സംസാരിക്കാനാണ് പൊതുവിൽ ഞാൻ എല്ലാവർക്കും താല്പര്യപ്പെടാറുള്ളത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കേണ്ട ആൾ തന്നെയാണ്. എനിക്ക് നിങ്ങളെക്കാൾ ഒന്നുകൊണ്ടും എന്തോ ചില അറിവുകൾ കൂടുതലില്ല. അല്പസമയത്തേക്ക് ഭഗവാൻ ഈ ഒരു സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി എന്നേ ഉള്ളൂ. നിങ്ങളെക്കാൾ അറിവുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കരുതുകയല്ല. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് എന്താണോ പറയാൻ തോന്നുന്നത് അത് പറയുന്നു എന്ന് മാത്രം. അതിൽ തെറ്റുകൾ ഉണ്ടാവാം. നമ്മുടെ ധർമ്മം തന്നെ സനാതനം എന്ന് വിളിക്കുന്നത് മുമ്പുണ്ടായിരുന്നത് ഇന്നുള്ളത് നാളെ ഇതുപോലെ ഇതിനേക്കാൾ ശക്തിയോടുകൂടിയോ അവശേഷിക്കുന്നത്. അത് തെറ്റുകളിലൂടെ കടന്നുപോയി തന്നെയാണ് ശരിയിലേക്ക് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രഭാഷണമാണ് എല്ലാത്തിൻ്റെയും പ്രമാണം എന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിൽ പോലും പരമാവധി തെറ്റുകളൊന്നും ഇല്ലാതെ ഗുരുവായൂരപ്പൻ 1.5 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത് ഈ ക്ഷേത്രം വളരെ മനോഹരമായിട്ടൊരു ക്ഷേത്രമാണ്. വന്നപ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങളെ പോലെ തോന്നി. എൻ്റെ നാട് ഏതാണ്ട് ഇതുപോലുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് മണ്ണാർക്കാട്. ഞാൻ പോകുന്നിടത്തൊക്കെ കുറിച്ച് എൻ്റെ നാടിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു ഗുരുവായൂരപ്പൻ അമ്പലമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേര് ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രം ആണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ഓടി ഗുരുവായൂരപ്പനെ പോയി കാണാൻ പറ്റാത്ത സമയത്ത് ഗുരുവായൂരപ്പനായിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത് ഗോവിന്ദപുരത്തുള്ള പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. ആ ക്ഷേത്രത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. അവിടെ ഗോവിന്ദപുരം എന്നാണ് പേരെങ്കിൽ ഇവിടെ തിരുനാരായണപുരം എന്ന് വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയാം. ക്ഷേത്രം ഈ പേരിൽ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ പേരിൽ വേറെയും മഹാവിഷ്ണു ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. എൻ്റെ ജില്ലയിൽ തന്നെ പാലക്കാട് ഏറെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കവി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. സാക്ഷാൽ കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹം ജനിച്ച ലക്കിടിയിലെ കലക്കത്ത് ഭവനം. എത്ര പേരവിടെ പോയിട്ടുണ്ടാവും എനിക്കറിയില്ല. ഒറ്റപ്പാലത്തിനടുത്ത് ലക്കിടിയിലാണ്. അദ്ദേഹത്തിന്റെ വീടിനടുത്തായി ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. പത്തിരിപ്പാല പോകുന്ന വഴിക്ക്. ആ ക്ഷേത്രത്തിന്റെ പേരും തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നൊക്കെയാണ്. ഈ പേരിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഏതൊരു ക്ഷേത്രം എടുക്കുകയാണെങ്കിലും ആ ക്ഷേത്രത്തിന്റെ പേരിന് വലിയ പ്രാധാന്യമാണ്. ഗുരുവായൂർ എന്ന പേര് നമുക്കൊക്കെ വളരെ പ്രസിദ്ധമാണ്, അറിയാം. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് ഗുരുവായൂർ എന്ന് പറയാറുണ്ട്. ഗുരുവായിരിക്കുന്ന വായു ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ പ്രാണൻ. ആ പ്രാണന് അധിപനായിരിക്കുന്നവൻ ഗുരുവായൂരപ്പൻ. അതായത് ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്ന ഭഗവാൻ എന്നതിന്റെ അർത്ഥം. അങ്ങനെ വ്യാഖ്യാനിക്കാനുണ്ട്. അങ്ങനെ ഗുരുവായൂർ എന്ന് പറയുന്നു. തിരുവാന്താംകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പരിചയം ഉണ്ടാവുമായിരിക്കും നിങ്ങൾക്കൊക്കെ. ഭഗവതിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നാണ്. എൻ്റെ പരദേവത കൂടിയാണ് അമ്മ. തിരുവാന്താംകുന്ന് എന്ന പേര് വരുന്നത് മാന്ധാറാവ് എന്ന മഹർഷി തപസ് ചെയ്തുകൊണ്ട് തിരുവാന്താംകുന്ന് ആണ്. അപ്പൊ ഓരോ ക്ഷേത്രത്തിന്റെയും പേരിന് ആ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായിട്ടോ അവിടെ ഇരിക്കുന്ന മൂർത്തിയുമായിട്ടോ അഭേദ്യമായിട്ടുള്ള ബന്ധം
ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ സുഹൃതം കൊണ്ട് ഭഗവാന്റെ നാമം തന്നെയാണ് ഈ ദേശത്തിന്റെ ക്ഷേത്രത്തിന്റെ പേരിൽ വന്നിട്ടുള്ളത്. കലികാലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങൾക്കറിയാം. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും മാറ്റാനുള്ള ഒരേ ഒരു വഴിയായിട്ട് ഭാഗവതം പോലും പറഞ്ഞവസാനിപ്പിക്കുന്നത് നാമസങ്കീർത്തനമാണ്. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ്. അത് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട പൊന്താനൊക്കെ പറയുന്ന പോലെ ഉറക്കത്തിലാണെങ്കിലും സ്വപ്നം കണ്ടിട്ടാണെങ്കിലും ഒരാളെ കുറ്റം പറയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും ജൽപ്പനങ്ങളായിട്ടാണെങ്കിലും ഭഗവാന്റെ നാമം ഒരു തവണയെങ്കിലും ഉച്ചരിക്കാൻ സാധിക്കുന്നത് കലികാലത്തിൽ ശ്രേഷ്ഠമായി കണക്കാക്കുന്നു. അങ്ങനെയുള്ള നാമങ്ങൾ നിരവധിയായിട്ടുണ്ട്. സഹസ്രനാമങ്ങൾ ഭഗവാനുണ്ട്, നിങ്ങൾക്കറിയാം. ആ സഹസ്രനാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങളിൽ ഒന്നാണ് നാരായണൻ. സനാതന ധർമ്മത്തിൽ 2 മന്ത്രങ്ങൾക്കാണ് മഹാമന്ത്ര പദവി പൊതുവിൽ പറയാനുള്ളത്. ഈ 2 മന്ത്രങ്ങൾ അറിഞ്ഞാൽ തന്നെ ഒരുവിധം ഒരു സാധകന് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒന്ന് പഞ്ചാക്ഷരാണ്, നമുക്കറിയാം, നമശിവായ എന്ന മന്ത്രം. ഓം നമശിവായ പഞ്ചാക്ഷരമല്ല, അത് ശക്തി പഞ്ചാക്ഷര മന്ത്രം അല്ലെങ്കിൽ പ്രണവ പഞ്ചാക്ഷര മന്ത്രം എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. നമ ശിവായ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പഞ്ചാക്ഷരം, 5 അക്ഷരം. ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ മന്ത്രമാണ് അഷ്ടാക്ഷരം, നാരായണായ. നമ്മളതിനെ ഓം നമോ നാരായണായ എന്നാക്കി പറയും. ഈ 2 മന്ത്രങ്ങളും ഒരു സനാതന ധർമ്മ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെറുപ്പകാലം മുതൽ തന്നെ അവന്റെ മനസ്സിലേക്ക് ആദ്യം കിട്ടുന്ന ഒന്നാണ്. നമ്മൾ കുട്ടികളെ കൊണ്ട് ഹരിശ്രീ എഴുതിക്കുന്ന സമയത്ത് ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു എന്നെഴുതി പല ദിക്കിലും ചില ആചാര്യന്മാര് കുറച്ചൊക്കെ ഒന്ന് സനാതന ധർമ്മമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ 1-2 നാമങ്ങൾ കൂടി ആ കുട്ടിയുടെ കുഞ്ഞു വരൽ പിടിച്ച് എഴുതിപ്പിക്കും. അതിലൊരിക്കലും അവർ വിട്ടുപോകാത്ത 2 നാമങ്ങളാണ് നമശിവായ, നാരായണ. ഈ 2 നാമങ്ങൾക്കും നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ആ പ്രപഞ്ചത്തിന്റെ കാരണമായിട്ടുള്ള ഭഗവാന്റെ തേജസ്സുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് അത് എഴുതിക്കുന്നത്. അത് 2 നാമങ്ങളല്ല, യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ഭഗവാൻ മഹാദേവനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഭഗവാൻ നാരായണനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും പറയുമ്പോൾ ശിവൻ വിഷ്ണു എന്ന 2 ഭേദങ്ങൾ പറയുമെങ്കിലും അത് ഒരു ചൈതന്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു എന്ന് പറയുന്നു. ശിവന്റെ ഹൃദയമാണ് വിഷ്ണുവെന്നും വിഷ്ണുവിന്റെ ഹൃദയം ശിവനുമാണ് എന്നാണ് പ്രമാണം. പക്ഷെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പല സമയത്തും പല ഭക്തി പ്രസ്ഥാനങ്ങളിലും ശിവനാണോ വിഷ്ണുവാണോ വലുത് എന്നുള്ള തർക്കം നിലനിൽക്കുന്ന കാലഘട്ടം കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല ഭക്തി പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശിവൻ എന്ന് പറയുന്നത് ഒരു മൂർത്തിയെ അല്ല എന്നാണ്. ശിവൻ ആരാധിക്കപ്പെടേണ്ട ആളല്ല, ശിവൻ ശ്മശാനവാസിയാണ്, അദ്ദേഹത്തെ ആരാധിക്കരുത് എന്ന് സനാതന ധർമ്മത്തിൽ തന്നെ പെട്ട ചില ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ നാരായണനാമത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്നാണ് കരുതുന്നത്. പക്ഷെ അതിനു മുമ്പ് ആ നാരായണനാമത്തിന്റെ ബേസ്, അടിത്തറ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് പഞ്ചാക്ഷരത്തിൽ കാലൂന്നിട്ടേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമശിവായുടെ പ്രാധാന്യം കൂടുതലായിട്ട് പറഞ്ഞത്. അഷ്ടാക്ഷരം ഇരിക്കുന്നത് പഞ്ചാക്ഷരത്തിൽ തന്നെയാണ്. ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് മഹാദേവനിൽ തന്നെയാണ്. ഗുരുവായൂർ ഇരിക്കുന്നതും മഹാദേവനിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഞാൻ പറയാൻ തന്നെ അറിയാം. ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവാൻ ദ്വാരകയിൽ വെച്ച് ആരാധിച്ചിരുന്ന ആ വിഗ്രഹം അത് ഉചിതമായിട്ടുള്ള സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുദേവനും കൂടെ തെക്കോട്ട് സഞ്ചരിക്കുന്നു. എവിടെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം, അത് കാണിച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് പ്രചേതസ്സുകൾക്ക് ഭഗവാൻ മഹാദേവൻ രുദ്രഗീത ഉപദേശിച്ചിരുന്ന തടാകം, രുദ്രതീർത്ഥം കാണുന്നത്. ഭഗവാന്റെ കാൽപ്പാടം പതിഞ്ഞ മണ്ണിനേക്കാൾ പരിശുദ്ധിയുള്ള ഒന്ന് തന്നെ ലോകത്തില്ല.
ശിവന്റെ കാലിനടിയിലെ മണ്ണിനേക്കാൾ. അതുകൊണ്ട് ഇതിനേക്കാൾ ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് മനസ്സിലാക്കിയാണ് ഗുരുവും വായുവും ആ വിഗ്രഹം അവിടെ ഇറക്കുന്നത്. അത് ഭഗവാന്റെ മണ്ണായിരുന്നു. ഏത് ഭഗവാന്റെ? മമ്മിയൂര മണ്ണ. ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി സ്വന്തം സ്ഥലം വിട്ടുകൊടുത്ത് മാറിയിരുന്നു എന്നാണ് നമ്മൾ കഥയിൽ പറയുന്നത്, അല്ലെ? ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനായി സ്വന്തം സ്ഥലം വിട്ടുകൊടുത്തു. ഞാൻ മാറിയിരുന്നോളാം എന്ന് പറഞ്ഞു. മാറിയിരുന്ന ആ മഹിമയുള്ള ഊര് മമ്മിയൂരായി എന്നുമാണ് കഥ. അപ്പൊ നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഭഗവാൻ മഹാവിഷ്ണു സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന വിഗ്രഹം, സൃഷ്ടി നടത്താനായി ബ്രഹ്മാവിന് കൊടുത്തിരുന്ന വിഗ്രഹം, ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്നും പ്രശ്നിക്കും സുതപസ്സിനും കിട്ടിയ വിഗ്രഹം, അടുത്ത ജന്മത്തിൽ കശ്യപനും അതിഥിക്കും കിട്ടിയ വിഗ്രഹം, അതിന്റെ അടുത്ത ജന്മത്തിൽ ദേവകിക്കും വസുദേവർക്കും കിട്ടിയ വിഗ്രഹം, സാക്ഷാൽ ഭഗവാൻ സ്വന്തം കൈകൊണ്ട് പൂജിച്ചിരുന്ന വിഗ്രഹം ഇരിക്കുന്ന മണ്ണ് മഹാദേവന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണ്. അതുകൊണ്ട് നമുക്കെങ്കിലും സനാതനധർമ്മ വിശ്വാസികൾക്കെങ്കിലും ഒരു തരത്തിലും ശിവനും വിഷ്ണുവും തമ്മിൽ ഭേദഭാവം കാണരുത്. പരാശക്തി, അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ഗുരുവായൂരിക്കുന്ന വിഗ്രഹം വിഷ്ണുവിന്റെ ശരീരത്തിൽ ശിവന്റെ ആത്മാവാണ്. ശിവനാണ് എല്ലാവരുടെയും ആത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ ശിവോഹം എന്ന് പറയുന്നത്. ഞാൻ ശിവനാണ്. ഭഗവാൻ ചതുർബാഹു രൂപത്തിൽ, വിഷ്ണുവിന്റെ രൂപത്തിൽ ശിവന്റെ ആത്മാവോടുകൂടി ദേവിയാകുന്ന പീഠത്തിൽ ഇരിക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ. ഇരിക്കുന്ന പീഠം ഭൂമി ദേവി, ഇരിക്കുന്ന രൂപം വിഷ്ണു, അകത്തിരിക്കുന്ന ചൈതന്യം ശിവൻ. അങ്ങനെ വിശേഷമായിട്ടുള്ള സ്ഥലമാണ് ഗുരുവായൂർ. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇവിടെ തിരുനാരായണപുരത്തും ചതുർബാഹു രൂപത്തിൽ നമുക്ക് ദർശനം തരുന്നത്. ഇവിടെ നമുക്ക് സ്ഥലനാമം പറയുമ്പോൾ നാരായണ ശബ്ദം ഇവിടെ പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ പണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സനാതന ധർമ്മ വിശ്വാസി ആദ്യം പഠിക്കുന്ന നാമങ്ങളിൽ ഒന്നാണ് അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും. പണ്ട് നാമം ചൊല്ലാം എന്നുള്ള ഒരു രീതി തന്നെ അല്ല പറയുമ്പോൾ. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളോട് അച്ഛമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒന്നും എടാ നാമം ചൊല്ലുന്ന് പറഞ്ഞില്ല, ഞങ്ങളോട് നമശിവായ ചൊല്ലും എന്നാണ് പറഞ്ഞത്. നാമം ചൊല്ലൂട്ടോ അങ്ങനെയൊന്നുമില്ല. വിളക്ക് കത്തിച്ച് നമശിവായ ചൊല്ലിക്കുക എന്നുള്ളതായിരുന്നു പാരമ്പര്യം. അതിന്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള അച്യുതായനമ, അനന്തായനമ, ഗോവിന്ദായനമ നാമത്രയങ്ങളൊക്കെ വരും. നമശിവായ ചൊല്ലുക എന്നാണ് അതിന്റെ പറയുകയും ചെയ്യുക. ആ നമശിവായ ചൊല്ലി ഉണ്ടാക്കിയ പാരമ്പര്യത്തിൽ എവിടെയൊക്കെയോ നമ്മൾ അഷ്ടാക്ഷരത്തെ കൂടി കൂടുതൽ പിടിച്ചു. നാരായണ. ഏതൊരു ശബ്ദം, ഏതൊരു നാമമാണെങ്കിലും ആ നാമത്തിന്റെ അർത്ഥം അറിഞ്ഞ് അതിനെ ഭജിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള അർത്ഥം, പൂർണ്ണമായിട്ടുള്ള ആ നാമം ജപിച്ചത് കൊണ്ടുള്ള ഒരു ഫലം നമുക്ക് കിട്ടുന്നത്. ദേവീമഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ദേവിയുടെ ലളിതാ സഹസ്രനാമങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് വെറുതെയും ചൊല്ലാം, ദേവിയുടെ ഓരോ നാമത്തിന്റെയും അർത്ഥം അറിഞ്ഞും ചൊല്ലാം. ചിതജ്ഞുണ്ട സംയോജ ദേവകാര്യ സമുദ്ര എന്ന് പറയുകയാണെങ്കിൽ അത് വെറുതെയും ചൊല്ലാം, അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് ചൊല്ലാം. വെറുതെ ചൊല്ലുന്നത് അമ്മ പറയുന്നത് എന്റെ കാൽക്കലേക്ക് നിങ്ങൾ പൂക്കൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. നേരെ മറിച്ച് അർത്ഥം അറിഞ്ഞാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ നിങ്ങൾ എന്റെ കാൽക്കലേക്ക് അർപ്പിക്കുന്നത് രത്നം കൊണ്ടും സ്വർണം കൊണ്ടുള്ള പൂക്കളെ പോലെ വിശേഷമാണ്. അമ്മയ്ക്ക് സ്വർണ്ണം രത്നം കൂടുതൽ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് അത്ര കണ്ട് വിശേഷമുണ്ട്. ഏതൊരു നാമത്തിന്റെയും അർത്ഥം അറിയുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളെല്ലാവരും തന്നെ കേവലമായിട്ടുള്ള അർത്ഥങ്ങൾ മാത്രം എടുക്കുകയും യഥാർത്ഥത്തിൽ ആചാര്യന്മാർ അനുശാസിച്ച അർത്ഥം മനസ്സിലാക്കാതെ പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും പല സമയത്തും ഈ ധർമ്മത്തിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് തലമുടിക്കേണ്ടി വരുന്നത്. നാരായണ നാമത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാമം, ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നാമം ഗോവിന്ദ എന്ന നാമം. ഗോവിന്ദൻ എന്ന നാമത്തിനും ഗോപാലൻ എന്ന നാമത്തിനും ഒക്കെ നമുക്ക് ഒറ്റ പിക്ചറെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. ഏത് പിക്ചർ? ഗോ ശബ്ദം എവിടേക്ക് വരുന്നുണ്ടോ അവിടേക്ക് ആരുണ്ട്? പശു, അല്ലെ?
ഗോ എന്ന ശബ്ദം കൊണ്ട് പശു, അതുകൊണ്ട് ഗോവിനെ പാലിക്കുന്നവനായതുകൊണ്ട് അവൻ ഗോപാലൻ. ഗോക്കളെ നയിക്കുന്നത് കൊണ്ട്, ഗോക്കളെ മുന്നോട്ട് നയിക്കുന്നത് കൊണ്ട് അവൻ ഗോവിന്ദൻ. എന്നാൽ നമുക്ക് ഈ ഒരു നാമം പറഞ്ഞു തന്ന ശിശുര ബ്രഹ്മർഷി ആയിക്കോട്ടെ, ആചാര്യന്മാരായിക്കൊള്ളട്ടെ, അവർ ഈ ഒരു നാമത്തിന്റെ അർത്ഥം ഇങ്ങനെയെന്ന് കരുതുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. യാസ്കന്റെ നിരുക്തം എന്നുള്ളൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്ക് അറിയാം. നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് വാക്ക് അറിയില്ലെങ്കിൽ അതിന്റെ മലയാളം അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിക്ഷണറി ഉണ്ട് അല്ലെ, നിഘണ്ടു. അതുപോലെ വേദശബ്ദങ്ങളുടെ അർത്ഥം അറിയാനുള്ള നിഘണ്ടുവാണ് യാസ്കന്റെ നിരുക്തം എന്ന് പറയുന്ന പുസ്തകം. നിങ്ങൾ അവിടെ ഗോ എന്ന ശബ്ദത്തിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം കാണുന്ന അർത്ഥമാണ് പശു. ഏറ്റവും ആദ്യം കാണുന്ന അർത്ഥം വെളിച്ചം എന്നാണ്, പ്രകാശം എന്നാണ്. രണ്ടാമത് കാണുന്ന അർത്ഥം അറിവ് എന്നാണ്. മൂന്നാമത് കാണുന്ന അർത്ഥം ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഓരോന്നിനെയും ചേർത്ത് പറയുമ്പോ എങ്ങനെ മാറി എന്ന് ആലോചിച്ചു. ഇന്ദ്രിയങ്ങളെ പാലിക്കുന്നവനായതുകൊണ്ട് അവൻ ഗോപാലൻ. വെളിച്ചത്തെ, പ്രകാശത്തെ, പ്രകാശം എന്ന ശബ്ദം എപ്പോഴൊക്കെ ഉച്ചരിക്കുന്നു? പ്രകാശം എന്ന് വെച്ചാൽ അറിവ്, വേദം. അതിനെ നയിക്കുന്നവനാരോ, അതിനെ പാലിക്കുന്നവനാരോ അവൻ ഗോപാലൻ. എങ്ങനെയാണ് അർത്ഥം മാറുന്നത്? ഒറ്റ പിക്ചർ കൊണ്ട് പശുവിന്റെ അടുത്തുന്ന വിഭാഗനെ നമ്മൾ ഒരു ഗുരുസ്ഥാനത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനത്ത് കാണാൻ നമുക്ക് മനസ്സിലാക്കി. അപ്പൊ അതുപോലെ തന്നെയാണ് നാരായണ നാമം. നമ്മൾ എത്ര ആളുകൾ എത്ര കാലമായിട്ട് ഈ നാരായണ 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 എന്ന് ചൊല്ലുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നാരായണ എന്ന ശബ്ദത്തിന്റെ അർത്ഥം? പറയും, എന്താണ് നാരായണ ശബ്ദത്തിന്റെ അർത്ഥം? വിഷ്ണു അല്ല, അത് ആ രൂപം കൊണ്ട് വിളിക്കപ്പെടുന്ന മൂർത്തി, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഗോവിന്ദ ശബ്ദത്തിന് എങ്ങനെ വ്യാഖ്യാനം പറഞ്ഞോ അതുപോലെ നാരായണ എന്ന ശബ്ദത്തിനും വ്യാഖ്യാനം ഉണ്ട്. ഒരു കുട്ടി, ഞാൻ അവരെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാറുള്ളത് എല്ലായിടത്തും. നമ്മൾ നാമം ചൊല്ലാൻ വിളക്ക് കത്തിച്ചിരിക്കുന്ന ഒരു കുട്ടി നിങ്ങൾ കൊടുത്ത സന്ധ്യാനാമാവലിയുടെ പുസ്തകത്തിൽ വിരൽ വെച്ചുകൊണ്ട് അമ്മേ അല്ലെങ്കിൽ അച്ഛ ഈ നാരായണ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? അത് ഭഗവാനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി അപ്പം അത് മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ പകുതി വെന്ത ഉത്തരങ്ങൾ കൊടുത്തിട്ടാണ് നമ്മുടെ ഒരു തലമുറയെ നമ്മൾ വഴിതിരിച്ചത്. മുഴുവൻ ഹാഫ് കുക്കറായിട്ടുള്ള റെസിപ്പിയാണ്, മുഴുവൻ വേവിക്കുകയും ഈ സംശയം അവന്റെ ഉള്ളിൽ കിടക്കുകയും ഏതോ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വെറും പേരുകൾ മാത്രമാണെന്നുള്ള ഒറ്റ ഔട്ട്ലൈനിൽ ആ കുട്ടി ഈ ധർമ്മത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങളുണ്ടെങ്കിലും അർത്ഥം മനസ്സിലാക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമത്തിന് വ്യാഖ്യാനമുണ്ട്, അത് എഴുതിയ ആൾക്കാരുണ്ട്, ഒരുപാടൊക്കെ കിട്ടും പുസ്തകം. ഓരോ നാമത്തിനും എന്താണ് ആ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. സാധിക്കുമെങ്കിൽ വാങ്ങാവുന്നതാണ്. നമുക്ക് ഇവിടുത്തെ വിഷയം, ഭഗവാൻ തിരുനാരായണപുരത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നാരായണ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്ത് എന്നാണ് ചോദിച്ചത്. നാരായണ എന്ന ശബ്ദത്തെ പിരിക്കുന്നു. നമ്മൾ പണ്ട് ഈ കൂട്ടി എഴുതുക പിരിച്ചെഴുതുക എന്നൊക്കെ പണ്ടുണ്ടായിരുന്നു. നാരായണ എന്ന ശബ്ദത്തെ പിരിക്കുമ്പോൾ നാരൻ എന്ന ഒരു വാക്കും അയനം എന്നൊരു വാക്കും കിട്ടുന്നു. നാരൻ എന്ന ശബ്ദം കൊണ്ട് ജലം, അയനം എന്ന ശബ്ദം കൊണ്ട് വസിക്കുന്നവൻ, കിടക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. വെള്ളത്തിൽ കിടക്കുന്നവനായതുകൊണ്ട് അവൻ നാരായണൻ. ഇതാണ് ആ നാമത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോപാലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ പാലിക്കുന്ന അർത്ഥം ആയിട്ടുള്ളൂ കേട്ടോ, യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിലേക്ക് എത്തിയിട്ടില്ല. നാരത്തിൽ അയനം ചെയ്യുന്നവനായതുകൊണ്ടാണ് നാരായണനായത്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ഞാൻ നാരായണൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒന്നെങ്കിൽ ഗുരുവായൂരൻ രൂപം, അല്ലെങ്കിൽ ഒരു പാമ്പ് 3 ചുരുളായിട്ട് കിടക്കുന്നു, അതിന്റെ മുകളിൽ ഒരാള് തലയിൽ കൈവച്ചിരിക്കുന്നു, 4 കൈയിൽ ശംഖ്, ചക്രം, ഗദ, അതുപോലെ തന്നെ താമര ഒക്കെ ഉണ്ട്.
ഈ ഒരു പിക്ചറാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നാരായണൻ എന്ന് കേൾക്കുമ്പോൾ. എന്നാൽ ഇതേ അല്ല ആചാര്യന്മാർ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. സൃഷ്ടിയുടെ കാരണമാണ് എന്ത്? ജലം. ജീവന്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഘടകമാണ് എന്ത്? ജലം. നമ്മളൊക്കെ ഇപ്പൊ വ്യാസൻ എന്ന് പറയുന്ന ഞാൻ ഇവിടെ ഇന്ന് ഇരിക്കുന്നത് എന്റെ ഉൽപ്പത്തിയുടെ ഏറ്റവും ആദ്യത്തെ കിരണം എന്ന് പറയുന്നത് ജലമാണ്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും ബീജത്തിൽ നിന്നാണ് ഞാൻ രൂപപ്പെട്ടത്, അല്ലെ? ആ ജലത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ജന്മത്തിന് കാരണമാകുന്ന ആ ജലത്തെ കാരണജലം എന്ന് വിളിക്കുന്നു. ആ ജലത്തിൽ ശയിക്കുന്നവരാണ് ആര്? എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പാലാഴി എന്ന് പറയുന്ന ഒരു കടലുണ്ട്, ആ കടലിൽ ഒരു അനന്തൻ എന്ന് പറയുന്ന ഒരു സർപ്പുണ്ട്, അതിന്റെ മുകളിൽ ഒരാളിങ്ങനെ കിടക്കുന്നതല്ല. നമ്മുടെ ഒക്കെ ജന്മത്തിന് കാരണമായിട്ടുള്ള ജലം എന്ന് വെച്ചാൽ കാരണജലം, നമ്മുടെ ഈ ജന്മം, അതിൽ ശയിക്കുന്നവനാരോ അവനാണ് നാരായണൻ. എങ്ങനെയാണ് അർത്ഥം മാറുന്നത്? നമ്മളെല്ലാവരും ഇന്ന് ഈ ആദ്യത്തെ ലെയറിലുള്ള അർത്ഥത്തിൽ മാത്രം നിൽക്കുമ്പോഴാണ് നമുക്ക് ഗുരുവായൂരപ്പനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. വെറും കഥകൾ മാത്രം കേട്ടു പോകുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ മാറി. ഇവിടെ ഭാഗവത സപ്താഹം നടക്കാറുണ്ടോ എന്ന് എനിക്കറിയണ്ടോ? അതിലുണ്ടോ? ഭാഗവതം നടക്കാറുണ്ടോ സപ്താഹമായിട്ട്? ഉണ്ട്. ഭാഗവത സപ്താഹം കേൾക്കാൻ അർഹത വേണം. എന്താ അർഹത? പരമഹംസ സ്വഭാവമുള്ള ആൾക്കാർക്ക് മാത്രമേ ഭാഗവതം കേൾക്കാൻ പാടൂ എന്ന് ഭാഗവതം തന്നെ പറയുന്നു. എന്താണ് ഈ പരമഹംസ സ്വഭാവം എന്ന് വെച്ചാൽ? ഹംസങ്ങളുടെ സ്വഭാവം. ഹംസങ്ങളുടെ സ്വഭാവം എന്ത് ഞാൻ പറയുന്നതിന് മുമ്പേ ഞാൻ പറയാം, ഈ പറയുന്നതിൽ സയൻസ് ഒന്നും അന്വേഷിച്ചു വരുന്നത്. വ്യാസത്തിൽ സയൻസ് ഉണ്ടോ? ഇല്ല. ഇപ്പോഴേ പറയാം. ഭാഗവതത്തിൽ തത്വപ്രധാനമായിട്ടുള്ള കഥകളിലൂടെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു എലമെന്റിൽ നിന്ന് സയൻസ് കാണാതിരിക്കുക കുറച്ചു നേരത്തേക്കെങ്കിലും. ഭഗവൻ പറയുന്നു, നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് പാലെടുക്കുക, ആ പാലിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക, ഈ പാലും വെള്ളം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിനു ശേഷം ഒരു ഹംസത്തെ വിളിച്ച് ഹംസത്തിനോട് പറയാം, ഹംസമേ ഈ പാല് കുടിച്ചാൽ. അപ്പൊ ഹംസം ശരി ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് അതിന്റെ കൊക്കിട്ട് അത് കുടിക്കും. ശരി ഞാൻ കുടിച്ചു കഴിഞ്ഞു, ഇനി പാത്രം എടുത്തോളും നമ്മളോട് ഹംസം പറഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ പാത്രം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അപ്പൊ അതിന് ഭാഗവതം കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു, അമ്മ കൃത്യമായിട്ട് പറഞ്ഞു. പാല് മുഴുവൻ ഹംസം കുടിച്ചിട്ടുണ്ടാവും, വെള്ളം അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കുന്നത്? എന്തിൽ നിന്നും എടുക്കേണ്ടത് മാത്രം എടുക്കുകയും ബാക്കി അവിടെ തന്നെ ഇട്ടേക്കുകയും ചെയ്യുക. എന്തിൽ നിന്നും എടുക്കേണ്ടത് എടുക്കാൻ പാടുള്ളൂ. എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യുന്ന പരുവത്തിൽ കഴിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നാരായണീയ അമ്മമാര് വായിക്കുന്നതാവുന്ന ഞാൻ വിചാരിക്കുന്നു. നാരായണി എന്തായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അല്ലെ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് വാതരോഗം വരുന്നു, അദ്ദേഹം ഗുരുവായൂർക്ക് വരുന്നു. എങ്ങനെയാണ് വാതരോഗം മാറ്റേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ല. ശിഷ്യന്മാരെ പാലക്കാട്ടേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനുണ്ട്. അദ്ദേഹത്തെ പോയി കാണാൻ പറയുന്നു. അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും അദ്ദേഹം മദ്യപിച്ച് കിടക്കുന്ന സമയമായിരുന്നു, ഉച്ച സമയം. മേൽപ്പത്തൂരിലെ ശിഷ്യന്മാർ പോയി പറഞ്ഞു, ഗുരുദേവ, ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് കലശമായിട്ടുള്ള വാതരോഗമുണ്ട്, അത് മാറ്റാൻ എന്താണ് വഴി എന്ന് ചോദിച്ചു. എഴുത്തച്ഛൻ ആ മദ്യലഹരിയിൽ തന്നെയാണ് അവരോട് പറയുന്നത്, എന്ത്? മെയിൻ തൊട്ട് കൂട്ടിയാൽ മതി മാറും. കേട്ട മേൽപ്പത്തൂരിന്റെ ശിഷ്യന്മാർക്ക് വലിയ രീതിയിലുള്ള കോപമുണ്ടാവുന്നു. എന്നാലും പ്രായത്തിന്റെ മാന്യത മാനിച്ചുകൊണ്ട് എഴുത്തച്ഛൻ ഒന്നും ചെയ്യാതെ അവർ തിരിച്ച് ഗുരുവായൂരിൽ ചെന്ന് ഭട്ടതിരിയോട് പറയുന്നു, തിരുമേനി അദ്ദേഹത്തിന് മുഴുത്ത ഭ്രാന്താണ്. പരമസാത്വികനായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള അങ്ങയോട് മീൻ കൂട്ടണം, മത്സ്യം കൂട്ടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങളായതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. വേറെ ആരെങ്കിലും ആണ് പോയിരുന്നെങ്കിൽ ഇന്ന് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരാള് ചരിത്രമായിട്ട് മാറിയിട്ടുണ്ടാവുമായിരുന്നു. കുറച്ച് കേട്ടി പറഞ്ഞു. മേൽപ്പത്തൂരിന് എന്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നില്ല? ഈ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്ന പരിപാടി
മൂപ്പർക്കില്ലായിരുന്നു. അതുകൊണ്ട് മനസ്സിലായി മത്സ്യാവതാരം തൊട്ട് ഭഗവാന്റെ കഥകൾ പറഞ്ഞാൽ രോഗം മാറും. നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള മേൽപ്പത്തൂരിന്റെ ശിഷ്യന്മാരെയാണ് പറഞ്ഞു വിട്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ചു. ഇപ്പോഴത്തെ സോക്കോൾഡ് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവര് പോകുന്നത് തന്നെ എന്തായാലും ഗുരുവായൂർ പാലക്കാട് വരെ യാത്ര ചെയ്യേണ്ടതല്ലേ, ഇടയിൽ എന്തെങ്കിലുമൊക്കെ ആന്ന് കരുതിയിട്ടാണ്. പൊടിയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ പല തരത്തിലുള്ളത്. ഇതൊക്കെ മനസ്സിൽ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പോയാൽ പാവം എഴുന്നേശം പറയും മീൻ തൊട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അവരെന്ത് പറയും, നേരത്തെ മേൽപ്പത്തൂരിന്റെ ശിഷ്യന്മാരായിരുന്നു, അവർക്ക് ധാർമ്മിക ബോധം വന്നു, കോപം വന്നു. ഇവിടെ എഴുന്നേറ്റിനോട് പറയും താങ്ക് യു. അടുത്ത ഏറ്റവും നല്ല മാർക്കറ്റിലേക്ക് പോകുന്നു, 2 എടുക്കുന്നു, വെട്ടുന്നു, നേരെ ഗുരുവായൂർ പോകുന്നു. ഇതാ ഗുരുനാഥ അങ്ങയുടെ ഭാഗം മാറ്റാനുള്ള മരുന്ന്. ഈ രണ്ടാമത് പറഞ്ഞത് എപ്പോൾ സംഭവിക്കും? പാലും വെള്ളവും കൂടെ ചേർത്ത് കഴിക്കുമ്പോണ്ടാവുന്ന പ്രശ്നമാണ് രണ്ടാമത്. മേൽപ്പത്തൂരിന് എന്തുകൊണ്ട് ആചാര്യൻ പറഞ്ഞത് ഭഗവാന്റെ കഥകൾ എഴുതാനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് പരമഹംസ സ്വഭാവം ഉണ്ടായിരുന്നു. സനാതന ധർമ്മത്തിലുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒന്നാണ് ഈ പരമഹംസ സ്വഭാവം. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ മുമ്പിൽ, നമ്മുടെ ഈ ചെവികൾക്കിടയിൽ നമ്മളൊരു ഫിൽട്ടർ, ഒരു അരിപ്പ വയ്ക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. എന്ത് കേൾക്കുമ്പോഴും എന്ത് മനസ്സിലാക്കുമ്പോഴും അതിൽ എനിക്ക് വേണ്ടത് എന്ത് എന്ന് മാത്രം ഉള്ളിലേക്ക് എടുക്കുക, ബാക്കിയുള്ളത് അവിടെ തന്നെ ഇട്ടേക്കുക. നമ്മൾ ഈ മിക്സ് ചെയ്ത് കഴിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കുട്ടികൾ ചോദിക്കുന്ന പല ചോദ്യത്തിലും നമുക്ക് ഉത്തരം നൽകുന്നത്. എന്തിനാണ് അമ്മേ അല്ലെങ്കിൽ അച്ഛ ഇത്രയും ദാനധർമ്മിഷ്ഠനായിട്ടുള്ള കർണനെ ഭഗവാൻ അർജുനെ കൊണ്ട് കൊല്ലിച്ചത്? എന്തിനാണ് സ്വന്തം പ്രാണനേക്കാൾ സ്നേഹിച്ചിരുന്ന യശോദാമ്മയെ വിട്ട് ഭഗവാൻ മധുരയിലേക്ക് പോയത്? എന്തിനാണ് ഭഗവാൻ ഈ നൊണ്ണ പറഞ്ഞുകൊണ്ട് ഭീഷ്മരെ, ദ്രോണരെ ഒക്കെ കൊല്ലിച്ചത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ മുമ്പിൽ നമുക്ക് ഉത്തരമില്ലാത്ത എന്തുകൊണ്ടാ? പാലും വെള്ളം കൂടെ ഒരുമിച്ച് വെച്ചോളാം. നമുക്കിനി എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ കുറെ കുടിച്ചു പോയി. ഞാൻ ഉൾപ്പെടെ, ഞാൻ നിങ്ങൾ എന്ന ശബ്ദം ഒരിക്കലും ഉപയോഗിക്കില്ല കേട്ടോ. നമ്മൾ, ഞാനും. വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കെങ്കിലും ശുദ്ധമായുള്ള പാൽ മാത്രം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ മനസ്സിലേക്കെങ്കിലും കൃത്യമായിട്ടുള്ള സനാതന ധർമ്മ ബോധം എന്താണോ അതേ എത്താൻ പാടുള്ളൂ. ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന്റെ മോള് കിടക്കുന്ന ഒരാളാണെന്നുള്ള വെട്ടിത്തരം കുട്ടികൾ മനസ്സിലാക്കരുത്. എന്റെ ജന്മത്തിന് കാരണമായിട്ടുള്ള എന്റെ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ആ പരമമായിട്ടുള്ള തത്വത്തെ ഞാൻ നാരായണൻ എന്ന് വിളിക്കുന്നു എന്നും നമ്മുടെ കുഞ്ഞു കുട്ടികൾ പറയുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോഴേ ഈ ധർമ്മം സനാതനമാവുള്ളൂ. കാരണം ഈ ധർമ്മത്തെ നിലനിർത്തേണ്ടത് ഇനി വരുന്ന തലമുറകളുടെ കുട്ടികളാണ്. അവരെ കൊണ്ട് വേണം നമുക്കിതിനെ വീണ്ടും വലിയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നാരായണ ശബ്ദം നമ്മൾ എവിടെയൊക്കെ പ്രയോഗിക്കുന്നോ അവിടെയൊക്കെ തന്നെ ഭഗവാന്റെ ആ ചതുർബാഹ രൂപം അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ ഭഗവാൻ കിടക്കുന്ന ആ രൂപം മാത്രം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പോരാ. ആ ഭഗവാൻ തന്നെയാണ് എന്റെ ഈ ജന്മത്തിന് കാരണമായിട്ടുള്ളത് എന്ന വലിയ തത്വത്തിലേക്ക് നമ്മൾ പോകണം. അവിടെ തന്നെയാണ് നാരായണൻ വസിക്കുന്ന സ്ഥലമാണ് ഇത് വൈകുണ്ഠം. ഉദാഹരണം പറയുന്നുണ്ടല്ലോ അല്ലെ, വൈകുണ്ഠത്തിന് പോയിക്കൊള്ളിങ്ങനെ എല്ലാവരും. നേരപ്പാനം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോവാം, വൈകുണ്ഠത്തിൽ പോവാം. നമ്മുടെ ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്ഥിരം പറയുന്ന ശരണമുണ്ടല്ലോ, ഇപ്പൊ പോയാൽ പറയും, ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ട എന്ത് കിട്ടും? മോക്ഷം കിട്ടും. 18 വർഷം ഒരാള് നിരന്തരമായിട്ട് സ്വാമിയെ പോയി കണ്ടു എന്ന് കരുത്. സ്വാമിക്കും സന്തോഷമായി, അദ്ദേഹത്തിനും സന്തോഷമായി. അദ്ദേഹം തൊഴുതിറങ്ങിയ സമയത്ത് സ്വാമി വിളിച്ചു, നാരായണ സ്വാമി ഇവിടെ വരും. 18 കൊല്ലായില്ലേ വരുന്നു. ഗുരു സ്വാമി ഇപ്പൊ നേരത്തെ എന്തോ ഒരു മന്ത്രം ചൊല്ലിയല്ലോ, എന്താ അത്? ഇപ്പൊ പോയാൽ സ്വാമിയെ കാണാം. കണ്ടു. സ്വാമിയെ കണ്ട എന്ത് കിട്ടുന്ന പറഞ്ഞേ? മോക്ഷം. തരട്ടെ എന്ന് ചോദിച്ചാൽ കൈ കൂപ്പിക്കൊണ്ട് ഏത് സ്വാമി പറയും, ചതിക്കരുത് ഭഗവാനെ, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഇപ്പൊ തന്നെ മോക്ഷം. നമുക്കുള്ള ധാരണയാണെങ്കിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ മേപ്പോട്ട് പോവുക എന്നുള്ളതാണ്. മോഹങ്ങളുടെ ക്ഷയമായിട്ട് വ്യാഖ്യാനിക്കുന്നു മോക്ഷത്തെ. എന്ന് വെച്ചാൽ
എനിക്ക് ബാക്കിയുള്ളതൊന്നും വേണ്ട, ആര് മാത്രം മതി? ഭഗവാൻ മാത്രം മതി. ആ ചിന്ത എപ്പോ വന്നോ അപ്പൊ എന്ത് കിട്ടി? മോക്ഷം കിട്ടി. അങ്ങനെയുള്ള ഭഗവാൻ വസിക്കുന്ന സ്ഥലം വൈകുണ്ഠത്തിന് പൊയ്ക്കൊള്ളുകിൻ എല്ലാവരും എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉടനോടെ സ്വർഗത്ത് പോകുന്നതാണ് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ again I'm repeating, നിങ്ങൾ താരം വെള്ളം ചേർത്താൻ കഴിയുന്നു. നേരെ മറിച്ച് എന്താണ് വൈകുണ്ഠം എന്ന് മനസ്സിലാക്കുക. വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കിൽ 7 വാതില്, ആ വാതിലിന്റെയൊക്കെ പുറത്ത് ഓരോരുത്തർ ആൾക്കാർ ഇങ്ങനെ കാവൽ നിൽക്കുന്നു, ഓരോ വാതിലായിട്ട് ഇങ്ങനെ തുറക്കുന്നു, അവസാനത്തെ വാതിൽ തുറക്കുന്നു, അതാ കിടക്കുന്നത്. ഇതാണ് വൈകുണ്ഠം. ഇതല്ല വൈകുണ്ഠം. വൈകുണ്ഠം എന്ന് വെച്ചാൽ വികുണ്ഠത ഇല്ലാത്ത സ്ഥലം ഏതോ അതാണ് വൈകുണ്ഠം. വികുണ്ഠത എന്ന് വെച്ചാൽ സംശയം. സംശയമില്ലാത്ത സ്ഥലം. എന്താണ് ഈ സംശയം? ഞാനല്ലാത്ത എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ധാരണ, മായ. ഞാനാണ് എല്ലാത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഞാനല്ലാതെ ഒന്നുമില്ല. ഇതാണ് ഏറ്റവും വലിയ സംശയം, ഏറ്റവും വലിയ അറിവില്ലായ്മ. ഈ ഏറ്റവും വലിയ അറിവില്ലായ്മ ഇല്ലാത്ത സ്ഥലമാണ് എന്ത്? വൈകുണ്ഠം. നിങ്ങളെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവാൻ നിങ്ങളെ ഗരുഡനെ അയച്ച് കൊണ്ടുപോയി എന്നല്ല. നിങ്ങളുടെ മനസ്സിലുള്ള അവസാനത്തെ സംശയത്തിന്റെ കണികയും. ഏത് സംശയം? ഞാൻ ഭഗവാനിൽ നിന്ന് വേറിട്ട എന്തോ ആണ് എന്നുള്ള വലിയ സംശയം ഭഗവാൻ തീർത്തുന്നു. പൂന്താനത്തെ കുറൂരമ്മയൊക്കെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവർക്കൊന്നും എന്ത് ധാരണ ഇല്ല, ഞാൻ ഭഗവാനിൽ നിന്ന് വേറെയാണെന്നുള്ള ധാരണ ഇല്ല. അതുകൊണ്ട് അവർ പോയി. നമുക്കും പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട ധാരണ എന്താണ്? ഞാനും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇത് മനസ്സിലാക്കാനാണ് 41 ദിവസം വ്രതെടുത്ത് എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടും സഹിച്ച് മല കയറി എത്തുമ്പോൾ ഭഗവാൻ പറയുന്നു, എന്താണോ നീ അന്വേഷിച്ചു വന്നത് അത് നീ തന്നെയാകുന്നു. അല്ലെ? ശബരിമല എന്ന് കേട്ടിട്ട് നമുക്ക് ആകെ പറയാനുള്ള തത്വമസി എന്ന് മാത്രമാണ്. ആയിക്കോട്ടെ, വളരെ നല്ല കാര്യം, അങ്ങനെങ്കിലും ആയല്ലോ. ഏതൊരു അടിസ്ഥാന ഗ്രന്ഥവും പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു സിദ്ധാന്തമാണ്. എന്ത്? നിങ്ങളും ഈ പ്രപഞ്ചവും അല്ലെങ്കിൽ ഈ ബ്രഹ്മസ്വരൂപത്തിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനത്തെ സാധനമില്ല. നിങ്ങൾ തന്നെയാണ് ബ്രഹ്മം. അതുകൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നത് അഹം ബ്രഹ്മാസ്മി. നിങ്ങളൊക്കെ എന്നിൽ നിന്ന് പോയവരാണ്, തിരിച്ചു വരേണ്ടത് എന്നിലേക്ക് തന്നെയാണ്. എല്ലാവരും ഗുരുവായൂർ പോകുന്ന ആൾക്കാരല്ലേ? അടുത്തപ്പോഴും പോയിരുന്നോ? ഈശാന്തിൽ പോയിരുന്നോ? തിരക്കുണ്ടായിരുന്നില്ലേ? ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ വാതിൽ വലുതാക്കട്ടെ നമുക്ക്. എന്തായാലും നോക്കൂ, എത്രയോ പേർ ഈ മണിക്കൂർ കണക്കിന് ക്യൂ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഡയബറ്റിക്സിന് ഇഷ്യൂള്ള ആൾക്കാരുണ്ടായിരിക്കും, പ്രഷറിന് ഇഷ്യൂള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇവരൊക്കെയാണ് എത്രയോ മണിക്കൂർ നിൽക്കുന്നത്. ഇത്രയോ മണിക്കൂർ നിന്ന് ഭഗവാനെ കാണാൻ വേണ്ടി എപ്പോഴോ വന്ന സെക്യൂരിറ്റി ചേട്ടൻ മറ്റു സാധനങ്ങൾ തുറന്നു വരുമ്പോ അത് ഓടുന്നുണ്ടല്ലോ. ഓടി ആ വാതിലിനകത്തൂടെ കയറുന്നു, ഫ്ലൈ ഓവറിനകത്തൂടെ കയറുന്നു. പിന്നീട് അങ്ങോട്ടുള്ളതാണ് യഥാർത്ഥമുള്ള യുദ്ധം. ആ ചെറിയ വാതിലിനകത്തൂടെ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നു. ഞാൻ വൈശാഖകാലത്ത് പോയ സമയത്ത് ഞാൻ സ്റ്റാഫ് ലൈൻ വഴി ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് നെയ്വിളക്കിന്റെ ആൾക്കാർ കയറുന്നുണ്ട്. അന്ന് ഫ്ലൈ ഓവർ ഇല്ല, നേരെ തുറന്നുകൊണ്ടിരിക്കുകയാണ് കൊടിമരത്തിന്റെ മുമ്പിലൂടെ. അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് ഈ സംസാര സാഗരം എന്നുള്ളത്. അതിന്റെ ഇടയിൽ കൂടെ നടക്കുവാൻ ഭഗവാനെ കാണാൻ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾ പോയി ആദ്യത്തെ നോട്ടത്തിൽ ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ നിന്ന് മാറാൻ പറ്റാത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നീങ്ങൂ എന്ന് പറയണ്ടല്ലോ അല്ലെ? നമുക്ക് എന്താണ് നീങ്ങാൻ തോന്നാത്തെ? സ്വാമിയെ കാണാൻ പോകുമ്പോ എത്രയോ സെക്കൻഡ്സ് ആണ് കിട്ടും. നമുക്ക് മാറാൻ തോന്നുന്നുണ്ടോ ശ്രീകോവിലിൽ വന്നത്? ഇല്ല. ഇവിടെ നിങ്ങൾ കുറച്ച് നമുക്ക് പോകും. ഗുരുവായൂരപ്പൻ എത്ര കാലം കാണാം, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഈ അട്രാക്ഷൻ, എവിടെയാണ് ഈ ബോണ്ടിങ് വരുന്നത്? എനിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാറാൻ പറ്റാത്തത് ചിന്തിച്ചിട്ടുണ്ടോ? വേറെ കുറച്ച് ആൾക്കാരുണ്ടായി, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. ഒരു ചേച്ചി എന്നോട് പറഞ്ഞത് ലൈവിൽ കാണാത്ര ഭംഗിയില്ലാന്ന്. ഇപ്പൊ ഈ സാംസങ്ങിന്റെ ചില ഫോണുകളൊക്കെ ഉണ്ട്, S23 അൾട്രയൊക്കെ. അത് വെച്ച് സൂം ചെയ്താൽ തിലകന്മാരെ കാണുന്ന പറയണം. ഉച്ചപൂജ അലങ്കാരൊന്നും കഴിക്കേണ്ട ആൾക്കാർ ഞാൻ കണ്ടിരുന്നു വിഗ്രഹം പറഞ്ഞത്. അങ്ങനെയല്ലേ ഞാൻ പറയുന്നത്? ചില ആളുകൾ അവിടെ നിൽക്കും, അവിടെ നിന്ന് അവർ മാറില്ല, അവർക്ക് മാറാൻ തോന്നില്ല. എല്ലാവർക്കും, ചില ആൾക്കാർക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് എന്ന് എനിക്കറിയാം.
എന്തുകൊണ്ടാണ് നമുക്ക് മാറാൻ പറ്റാത്തത്? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സിനകത്തിരിക്കുന്ന ഭഗവാൻ, ആ വിഗ്രഹത്തിലിരിക്കുന്ന ഭഗവാനും ഒന്നാണ്. ഞാൻ വന്നത് ഇവിടെ നിന്നാണെന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിയാതെ ഉണ്ടാവുന്നുണ്ട്. അവിടേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളൊരു പ്രവണത നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു തരത്തിൽ നിങ്ങൾ ആ സെക്യൂരിറ്റിക്കാരെ പിടിച്ചു മാറ്റുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ ശരീരത്തിൽ ഇരിക്കാൻ തോന്നില്ല കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ. കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ ഇനി എന്തിനാണ് ഭഗവാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് തോന്നും. കാരണം അവിടെ പോയി ചേരാതെ നമുക്ക് തോന്നും. അങ്ങോട്ട് പോയി കിടക്കാൻ ഇനി വേണ്ട. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? വീണ്ടും ഈ ശരീരത്തിൽ കൊണ്ടുവന്നില്ലേ, വീണ്ടും ഈ പ്രാരാബ്ധങ്ങളിലൂടെ കടന്നുപോയി, വീണ്ടും സീരിയൽ കാണുക, വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിൽ കുറെ പാർട്ടിക്കാരെ അധികാരം ഏൽപ്പിക്കുക. ഇതാണ് നമ്മുടെ ജന്മത്തിന്റെ അടുത്ത ലക്ഷ്യം അല്ലല്ലോ. നമുക്കൊക്കെ പരമമായിട്ട് വേണ്ടത് എന്താണ്? ആ ഭഗവാന്റെ കുഞ്ഞു കാലുകളിൽ പോയി ചെയ്യുക. ഈ ലക്ഷ്യം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സ് പറയുന്നു ചെല്ല് 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 എന്നോട് പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പൊ സെക്യൂരിറ്റിക്കാരൻ പറയും ചെല്ലു, ഏട്ടൻ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പോകും. അത് ഭഗവാൻ തന്നെയാണ് അവരെ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയും. കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ അത് സ്വാമിയുടെ മുമ്പിലാണെങ്കിൽ ശരി, അറിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഭഗവാനാണല്ലോ എന്റെ അകത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിൽ നമുക്ക് ഇരിക്കാൻ തോന്നില്ല. നോക്കൂ, നിങ്ങൾ ഇപ്പോഴും ഗുരുവായൂർ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ഗുരുവായൂർ പോകുമ്പോൾ എവിടെയെങ്കിലും ഈ തൊട്ട് നെറുകിൽ വെക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു സ്ഥലം എന്റെ അഭിപ്രായത്തിൽ ആ ഭണ്ഡാരത്തിന്റെ മുമ്പിലാണ്. ഭണ്ഡാരമല്ല, മുമ്പിൽ കൊടിമരത്തിന് മുമ്പിൽ പുറത്ത്, നാലമ്പലത്തിന് പുറത്ത് എത്രയെത്രയോ അമ്മമാര്, കുട്ടികള്, പെൺകുട്ടികൾ, ചെറുപ്പക്കാരികള്, ആമ്പിള്ളാർ എല്ലാവരും ഏന്തി വലിഞ്ഞ് നോക്കുന്ന എന്തിനാ? ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു നോക്ക്, ഒരു തിലകം കണ്ടാൽ മതി, ഒരു വിളക്ക് കണ്ടാൽ മതി, ഒരു മാല കണ്ടാൽ മതി. അവിടെ നിന്ന് അത്രയും കാണുള്ളൂ. ചിലപ്പോ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ തിരക്കിന്റെ ഇടയിൽ ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഈ ഇടയിൽ എപ്പോഴോ ഒരു തിലകം കാണുന്ന ആ ഒരു മൊമെന്റ്, അവിടെയാണ് ഈ കണക്ഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബന്ധം. എന്തിനാണ് ഭഗവാനെ ഞാൻ ഇവിടെ കിടക്കുന്നത്? ആരൊക്കെയോ തട്ടി മാറ്റി നമ്മൾ അങ്ങോട്ട് പോകുന്നോണ്ടാണ് വീണ്ടും നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബോധം ഉണ്ടാവുക. ഈ നാരായണൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാദേവൻ എന്ന് പറയുന്നത് കൈലാസത്തിൽ ഇരിക്കുന്ന ശൂലമൊക്കെ ഇരിക്കുന്ന ഒരാള് മാത്രമല്ല, അല്ലെങ്കിൽ പാമ്പിനെ മുകളിൽ കിടക്കുന്ന ഒരു ദേവൻ മാത്രമല്ല. ഇവരൊക്കെ എന്റെ അകത്തിരിക്കുന്നു. എന്റെ അകത്തിരിക്കുന്ന ഇതേ ചൈതന്യം തന്നെയാണ് ഇവിടെ തിരുനാരായണപുരത്തുള്ള ശ്രീകോവിലിൽ ഉള്ളത് എന്നുള്ള വലിയ തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഇത് പഠിപ്പിക്കാനാണ് വേദങ്ങൾ, ഇത് പഠിക്കാനാണ് ഉപനിഷത്തുകൾ, ഇത് പറയാനാണ് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, കാവ്യങ്ങളൊക്കെ. ഇത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഇത് പിന്നെ മനസ്സിലാക്കാൻ വലിയ വിദ്യാഭ്യാസമൊക്കെ വേണോ വ്യാസം, വലിയ ആത്മീയതയൊക്കെ വേണോ വ്യാസം? വേണ്ട. എന്ത് ഭഗവാൻ തന്നെ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നിരിക്കുന്നു. ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, 1ാം ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ഭഗവാനെ സ്നേഹിച്ചാണ്. ഗോപികമാര് ഏത് PhD പഠിച്ചിട്ടാണ്? ഞാനിത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ വഴി ഇത് കുറെ പേരിലൂടെ എത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഈ കൃഷ്ണനും ഗോപികമാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഈ റൊമാൻറ്റിക് ഫീൽ മാത്രമേ വരുന്നുള്ളൂ. കുറെ നാളെ കുറെ സീരിയൽ കാരണം അങ്ങനെ ആവും ചെയ്യും. വൃന്ദാവനം കണ്ടെത്തത് ഞാനാണ്, അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പൊ എന്ത് തന്നെ ആയാലും ഈ ഗോപികമാരാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സനാതനധർമ്മ വിശ്വാസികൾ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയില്ല. സീരിയസ്ലി നമുക്ക് ആ കൃഷ്ണന്റെ കാമുകിമാരാണ് ഗോപികമാർ. ഭഗവാൻ എല്ലാവരുടെയും കൂടെ ഡാൻസ് കളിക്കുന്നു, പുല്ലാങ്കുഴൽ വായിക്കുന്നു, ഇങ്ങനെ പോകുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഗോപികമാരെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഭാഗവതം വ്യക്തമായിട്ട് കേട്ടാൽ മതി. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ രാസക്രീഡ നടക്കുന്നു. ഭഗവാനും ഗോപികമാരും തമ്മിലുള്ള നൃത്തം ഒരുമിച്ച്. ഓരോ ഗോപികയ്ക്കും ഓരോ കൃഷ്ണൻ. ഓരോ ഗോപികയും നൃത്തം ചെയ്യുമ്പോൾ ഓരോ ഗോപികയുടെ അടുത്ത് ഓരോ കൃഷ്ണനുണ്ട്. അപ്പൊ ഒരു ഗോപിക നോക്കുമ്പോൾ കൃഷ്ണൻ എന്റെ കൂടെ നൃത്തം ചെയ്യുന്നു, ബാക്കിയുള്ള ഗോപികമാരൊക്കെ സോളോ ഡാൻസ് കളിക്കുന്നു, ഒറ്റയ്ക്കാണ്. അപ്പൊ എന്ത് തോന്നി? ഓ, കൃഷ്ണൻ എന്റെ മാത്രമാണ്, കൃഷ്ണൻ എന്റെ സൗന്ദര്യം കണ്ട് എന്റെ നിൽക്കുന്നു, ബാക്കിയുള്ള ആരെയും കൂടെ പോയില്ലല്ലോ.
ഇത് ഒരാൾക്ക് മാത്രമല്ല, ഓരോരുത്തരുടെയും കൂടെ ഭഗവാൻ ഉണ്ടായിരുന്നുകൊണ്ട് ഓരോരുത്തർക്കും തോന്നിയത്. ഭഗവാന്റെ കുഴപ്പമുണ്ട്. ഈ ഭക്തന്റെ ഒരു വികാരം മാത്രം ഭഗവാൻ, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ, ഒരു പൊടി പോലും വളരാൻ ഒതുങ്ങില്ല. ഏത് വികാരം? അഹങ്കാരം. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഗുരുവായൂർ പോയ ആൾക്കാർക്ക് തിരിച്ചു വരുമ്പോഴേക്കും ആ സംഭവം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടേ ഭഗവാൻ തിരിച്ചു വിടാറുള്ളൂ. എന്തുകൊണ്ട്? ഞാൻ വലിയ ആളാണെന്ന് ഭഗവാൻ കാണിക്കുന്നതല്ല, ഭക്തന്റെ നാശത്തിന് കാരണമാവും അഹങ്കാരം. അതുകൊണ്ട് ഭഗവാൻ അതിനെ കൊടുക്കും. മേൽപ്പത്തൂരിന്റെ അടുത്ത് പാവം പൂന്താനം ഒരു ഗ്രന്ഥം കൊണ്ടേ കൊടുത്തു. നിങ്ങൾക്കറിയാം, തുറന്നു നോക്കി ആദ്യത്തെ പേജ് നോക്കിയപ്പോൾ മലയാളം ആൽഫബറ്റ്സ് ആണ്. ഭാഷാ ഗ്രന്ഥം എന്റെ അടുത്ത് കൊണ്ടുവരാൻ എന്ത് ധൈര്യം ഉണ്ടെന്ന് ചോദിച്ചു. മലയാളം പുസ്തകമൊക്കെ തെറ്റു തിരുത്താൻ വേറെ വല്ല ആൾക്കാരുടെ അടുത്ത് പൊക്കോളൂ, ഞാൻ മേൽപ്പത്തൂരാണ്, ഞാൻ സംസ്കൃത പണ്ഡിതനാണെന്നാ പറഞ്ഞു. അങ്ങ് ഗുരുവായൂരപ്പന്റെ അടുത്ത ആളെങ്കിലും കരുതി വന്നതാണെന്ന് പറഞ്ഞു. ഇതൊന്നും ഞാൻ നോക്കില്ല, എങ്ങനെ കൊണ്ടേ കൊണ്ട് പറഞ്ഞ് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ ആവട്ടെ, ഗുരുവായൂരപ്പൻ നിശ്ചയം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം പോയി. മേൽപ്പത്തൂർ വലിയ കാര്യത്തിൽ ഓനയൊക്കെ എടുത്ത് വീണ്ടും എഴുത്ത് ആനയൊക്കെ കൈ പിടിച്ചു കഴിഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത് കയ്യിൽ ബലക്കുറവ് അനുഭവപ്പെടുന്നു. കയ്യിൽ നിന്ന് എഴുത്താണ്ട് താനേ താഴത്തോട്ട് വീഴുന്നു. ഒരു ഭാഗം ഓടിപ്പോകും. കാല് മാത്രം ഭഗവാൻ ഫ്രീ ആക്കി കിട്ടുന്നു. അതിന് ഗുരുവായൂർ പ്രവർത്തനം ഓടിച്ചെന്ന് ഗുരുവായൂർ പ്രവർത്തനം പറഞ്ഞു, ഭഗവാൻ അങ്ങ് മാറ്റിയ അസുഖം, അങ്ങ് മാറ്റിയ വാതരോഗം എനിക്ക് വീണ്ടും അങ്ങ് തന്നെയാണോ തരുന്നത്? ഗുരുവായൂർ എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഗുരുവായൂർ എഴുതി വെച്ചിട്ടുണ്ട് വലിയ അക്ഷരത്തിൽ. ഇതെവിടെ പോയാലും മേൽപ്പത്തൂരിന്റെ പൂന്താനത്തിന്റെ കഥ പറഞ്ഞ ഇതാണ് അതിന്റെ സാരാംശം. എന്ത് പറഞ്ഞു? മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. അതെന്താ? ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിനോട് ഇഷ്ടം കുറവും പൂന്താനത്തോട് ഇഷ്ടം കൂടുതലുണ്ടോ? നെവർ. അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിനോട് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാണ് മേൽപ്പത്തൂരിന് അഹങ്കാരം ഉണ്ടാവരുത് എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് കൊടുത്തു അടിക്ക്. ഇടയ്ക്ക് കുറഞ്ഞ് കിട്ടുന്നത് നല്ലതാണ്, വളരെ നല്ലതാണ്. എനിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. അപ്പൊ ആലോചിക്കാം, ഞാൻ എന്തോ ആണെന്ന് തോന്നിയോ ഭഗവാനെ, ആയിക്കോട്ടെ ശരി, അത് കുറച്ചും പൊടിക്കാക്കിക്കോന്ന് ഗുരുവായൂരപ്പൻ പറയുന്നത്. അപ്പൊ ഭഗവാൻ ഈ ഗോപികമാരുടെ കൂടെ നൃത്തം ചെയ്യുന്ന സമയത്ത് ഈ ഓരോരുത്തർക്കും തങ്ങളുടെ സൗന്ദര്യത്തിൽ ഞാൻ അടിമപ്പെട്ടു എന്നുള്ള ബോധ്യം ഉണ്ടായെന്ന് തോന്നിയ സമയത്ത് ഭഗവാൻ പെട്ടെന്ന് അന്തർധാനം ചെയ്യും, അപ്രത്യക്ഷമാവും. ഇത്രയും നേരം ഓരോ ഗോപികയ്ക്കും ഓരോ കൃഷ്ണനാണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരുടെയും കൂടെ കൃഷ്ണനില്ല. അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഞാൻ എന്ന ബോധം വന്നുപോയല്ലോ കൃഷ്ണ. അവര് പാടുന്നൊരു പാട്ടുണ്ട് ഭാഗവതത്തിൽ. ഇവിടെ ഭാഗവതം അറിയാവുന്നവരൊക്കെയായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ പാടുന്നില്ല. ഗോപികാ ഗീതം എന്ന് പറയും ഭാഗവത ദശമ സ്കന്ധത്തില്. ഗോപികമാർ എന്ത് സ്കൂളിൽ പോയിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ. എവിടെ പോയിട്ടുണ്ട് അവര്? പാവം ഗുരുവായൂരപ്പൻ പോലും പഠിക്കുന്നത് 10 വയസ്സായിട്ടാണ്. അവർക്ക് ആകെ അറിയാവുന്നത് പശുക്കളെ മേയ്ക്കാനും പശുക്കളെ കറക്കാനും എങ്ങനെ വെണ്ണ ഉണ്ടാക്കാനും എങ്ങനെ തൈര് ഉണ്ടാക്കാനും എങ്ങനെ മോരുണ്ടാക്കാനും മാത്രം അറിയാവുന്ന പാവപ്പെട്ട ഇടയ പെൺകുട്ടികളാണ്. ഒന്നുകൂടെ താഴ്ത്തി കിട്ടി പറയുകയാണെങ്കിൽ വേറെ ക്ഷമിക്കണേന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, സോക്കോൾഡ് ചാണകം വാങ്ങി ജീവിക്കുന്ന കുട്ടികളാണ്, പാവങ്ങളാണ്. അവർക്ക് എന്ത് ധർമ്മബോധം, അവർക്ക് എന്ത് വിദ്യാഭ്യാസം, അവർക്ക് എന്ത് വേദപാരമ്പര്യം, എന്തുണ്ട് അവർക്ക്? എന്നിട്ടും അവർ പാടി എന്ത്? എന്നോട് ചോദിക്കുക, വ്യാസൻ എന്താണ് ഭാഗവതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ എന്ന് ചോദിച്ചാൽ ഇത് മാത്രം എനിക്ക് എവിടെയും പറയുന്നത്. ഗോപികമാര് ഭഗവാനെ കാട്ടിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. അതിൽ വരി ഇങ്ങനെയാണ്: നഗരു ഗോപിക നന്ദനോ ഭവാൻ അഖില ഗൃഹിനാം അന്തരാത്മകൃ. ഭഗവാനെ കൃഷ്ണ, അങ്ങ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോയത് അങ്ങേക്കൊരു വിചാരമുണ്ടോ? ഞങ്ങൾ കരുതുന്നുണ്ട് അങ്ങ് യശോദയുടെ മകനാണെന്ന്. നഗലു ഗോപിക നന്ദനോ ഭഗവാൻ. ഭഗവാനെ ഞങ്ങൾക്ക് അറിയാം അങ്ങ് യശോദയുടെ മോനൊന്നും അല്ല. ഇപ്പൊ ദേവകിയുടെ മോനാണോ? അതുമല്ല. നഗലു ഗോപിക നന്ദനോ ഭവാൻ. പിന്നെ ആരാണ്? അടുത്ത വരി അഖില ദേഹിനാം അന്തരാത്മതൃ. ഓരോ ദേഹിയുടെയും അകത്തിരിക്കുന്ന ചൈതന്യം അത് അവിടെ തന്നെ ഭഗവാനെ. ഇത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് ആര്? സോക്കോൾഡ് ചാണകന്മാരി ജീവിക്കുന്ന പാവപ്പെട്ട ഇടയ പെൺകുട്ടികൾ. അവരെയാണ് നമ്മൾ എന്ത് വിളിച്ച് കളിയാക്കുന്നത്? കൃഷ്ണന്റെ കാമുകി എന്ന് വിളിച്ച് കളിയാക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ പാലും വെള്ളം എത്രത്തോളം വേർതിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ 1.5 മണിക്കൂർ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ആരായിരുന്നു ഗോപികമാർ. ഗോപികമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നാരായണ ശബ്ദം എന്തെന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ്.
എന്നുവെച്ചാൽ പാമ്പിനെ മോളിൽ കിടക്കുന്ന ഭഗവാനുള്ള ശബ്ദമല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നാരായണൻ ആരാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു ഗോപികമാർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് വലിയ കുറെ സപ്താഹം കേൾക്കണമെന്നോ വേദം പഠിക്കണമെന്നോ ഉപനിഷത്ത് കേൾക്കണമെന്നോ യാതൊരു നിർബന്ധമില്ല. ഭഗവാനെ സ്നേഹിച്ചാൽ ഭഗവാനെ സ്നേഹിക്കുക. ഇപ്പോഴും നോക്കൂ, ഗുരുവായൂർ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് സുഹൃതികളായിട്ടുള്ള അച്ഛനമ്മമാരെ കാണാം. ഞാനിത് കഴിഞ്ഞ ദിവസം തൃക്കൊടുത്താറിന് പറഞ്ഞിരുന്നു. നമ്മൾ ഗുരുവായൂരിന് കൊടുക്കുന്നത് വെണ്ണ, പാല്, മഞ്ഞപ്പട്ട്, മയിൽപ്പീലി, ഓടക്കുഴൽ കൊണ്ട് പോകുന്ന അമ്മമാർ ഒരു വശത്ത്. മറ്റൊരു വശത്ത് നോക്കി ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ അമ്മമാരെ കാണാം. അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവുക ഒരു ബലൂൺ ആയിരിക്കും, ഒരു PP ആയിരിക്കും, ഒരു റിമോട്ട് കൺട്രോൾ കാറായിരിക്കും, ഒരു പാവയായിരിക്കും. എന്ത്? അവർക്കറിയില്ല അകത്തിരിക്കുന്നത് ബ്രഹ്മമാണ്, നാരായണനാണ്. അവർക്ക് എന്താ അറിയുള്ളൂ? അകത്തിരിക്കുന്നത് എന്റെ കുട്ടി, എന്റെ ഉണ്ണി, എന്റെ കണ്ണൻ. ഒരു പരിധിവരെ ഭഗവാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഭക്തിയാണ്, രണ്ടാമത്തെ മതി. അതുകൊണ്ടാണ് വേദപണ്ഡിതനായിട്ടുള്ള വില്വമംഗലത്തേക്കാൾ ഭഗവാൻ ക്രൂരമ്മ പോലെയുള്ള ഒരു അമ്മയെ സ്നേഹിച്ചത്. ഒരു അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളാണ് ഭഗവാൻ. കിട്ടിയപ്പോഴും അത് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നു. പാവം ജനിച്ചപ്പോൾ തന്നെ സ്വന്തം അമ്മ പോയി അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. 10 വയസ്സായി അമ്മയുടെ സ്നേഹം ഇങ്ങനെ ആസ്വദിച്ചു. അതും യശോദാമ്മ എന്ന് പറയുമ്പോൾ വാരിക്കോരി സ്നേഹിച്ചൊരു അമ്മയുടെ സ്നേഹം ഒറ്റ ദിവസം സുശുദ്ധ പറഞ്ഞത് കൊണ്ടുവന്നു മധുരൈ ആലോചിച്ചു. അതുകൊണ്ടാണ് പലപ്പോഴും ഗുരുവായൂർ അമ്മമാരുടെ തിരക്ക് കൂടുന്നത്. ഭഗവാൻ അമ്മമാര് പറഞ്ഞ പെട്ടെന്ന് കേൾക്കുന്ന പറയുക. അപ്പോ ഈ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ വലിയ വേദപാരമ്പര്യമൊന്നും വേണ്ടാതെ ഞാൻ പറഞ്ഞു. നാരായണ ശബ്ദം എന്തെന്ന് മനസ്സിലാക്കാൻ സപ്താഹം കേൾക്കുകയും ഉപനിഷത്ത് വായിക്കൊന്നും വേണ്ട, ഭഗവാനെ സ്നേഹിച്ചാൽ മതി. അതുകൊണ്ടാണ് ഭഗവാൻ കംസനിഗ്രഹമൊക്കെ കഴിഞ്ഞ് അച്ഛനെ അമ്മേനെ അന്വേഷിക്കാൻ വേണ്ടി ഉദ്ധവനെ വിടുന്ന രംഗം നിങ്ങൾക്കറിയാൻ ഭാഗത്തിൽ. കൃഷ്ണൻ പോയ അന്ന് തൊട്ടിട്ട് വൃന്ദാവനത്തിന്റെ അതിർത്തിയിൽ എല്ലാ ദിവസവും രാവിലെ ആയി കഴിഞ്ഞാൽ ഗോപികമാര് വന്ന് കാത്തിരുന്നു. ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും, ഉടനെ വരാന്ന് കണ്ടു പോരാ. ഓരോ ദിവസവും പോയി വൃന്ദാവനത്തിന്റെ അതിർത്തിയിൽ പോയി കാത്തു നിൽക്കും. വെയിലാവുമ്പോ ഇന്ന് വരില്ല കൊണ്ട് തിരിച്ചു പോയി. ഒരു ദിവസം രാത്രി എല്ലാ ഗോപികമാരും ഒരുമിച്ച് സ്വപ്നം കണ്ടു. പിറ്റേ ദിവസം കൃഷ്ണൻ വരും. പിറ്റേ ദിവസം വരും. ഒരു ഗോപി അടുത്ത ഗോപിയോട് പോയി പറഞ്ഞു, എടി ഞാൻ ഇന്നലെ ഇങ്ങനെ സ്വപ്നം കണ്ടു. എടാ ഞാനും അതന്നെ കണ്ടു. അടുത്ത ആൾ ചോദിച്ചപ്പോ ഞാനും തന്നെ കണ്ടത്. അപ്പൊ ഇന്ന് വരുമായിരിക്കും. നമുക്ക് ഈ ചിന്ത വന്നു. ഉദ്ധവനാണെങ്കിലും തോന്നിത്ര ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ആള്, ഭഗവാന്റെ ഏറ്റവും അടുത്ത ആള് ഞാനാണ്, എന്നെ കഴിഞ്ഞുകൊണ്ടു എല്ലാരും. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, എന്റെ അച്ഛനും അമ്മയുണ്ട് വൃന്ദാവനത്തിൽ, ഒന്ന് പോയി കണ്ടിട്ട് വരും. ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇത് തിരിച്ചു വരുന്നത് ഉണ്ടാവില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് അങ്ങ് പോയിട്ട് വരും. ഉദ്ധവന്റെ പ്രത്യേകത ഭഗവാൻ, അദ്ദേഹവും ഭഗവാനുമായിട്ട് വ്യത്യാസമില്ല കേട്ടോ. ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ, ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. എങ്ങനെയാണോ നമ്മൾ സുധാമാവിനെ സോക്കോൾഡ് കുചേലൻ, ഞാൻ ആ പദം ഉപയോഗിക്കാത്തതാണ്, കുചേലനെ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അർജുനെ എങ്ങനെ കാണുന്നത്, അതിനേക്കാൾ ഭഗവാൻ സ്നേഹിച്ചാണ് ഉദ്ധവൻ. കഴിഞ്ഞ ദിവസം തലേ ദിവസം ഭഗവാൻ ഉപയോഗിച്ച മഞ്ഞ പട്ടാത്ര പിറ്റേ ദിവസം ഉദ്ധവൻ കൊടുക്കുക. തലേ ദിവസം ഭഗവാൻ ചാർത്തിയ വനമാല എത്ര പിറ്റേ ദിവസം ഉദ്ധവന് ചാർത്തുക. ഭഗവാന്റെ കുളിക്കൂട്ടിൽ നിന്ന് കളപ്പെടുത്ത് തൊടാനുള്ള അധികാരം ഉണ്ടാകും ഇത്രേ ഉദ്ധവർക്ക്. ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മറ്റേ മൈൽപ്പീലില്ല. കണ്ടാൽ കൃഷ്ണൻ തന്നെ. രാവിലെ മുമ്പ് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി വൃന്ദാവനത്തിലേക്ക് പോയി. ഇവിടെ പാവം ഗോപികമാർ ഇപ്പൊ ഒരു കൃഷ്ണനെ വെച്ച് നിൽക്കുന്നു. രഥത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് ഉറപ്പായിട്ട് വന്ന് വരുന്നുണ്ട്. കുറച്ചുകൂടെ രഥം അടുത്തേക്ക് വന്ന സമയത്ത് നമുക്ക് പൊട്ടല്ലോ, ഒരാളുടെ വണ്ടി കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം ഓ ഇന്ന ആളാണ് വരേണ്ടത്. കൊടിക്കൂറയിൽ ഗരുഡനെ കണ്ടുപോകും. ഭഗവാന്റെ വണ്ടികൾ വരുന്നു. രഥം ഉറപ്പിച്ചു ഭഗവാൻ തന്നെയാണ്. കുറച്ചുകൂടെ അടുത്ത് വന്നു. അപ്പോൾ അതാ ആ അടുത്തിരിക്കുന്ന ആള് മഞ്ഞപ്പട്ട് കൊടുത്തിരിക്കുന്നു, വനമാലിട്ടിരിക്കുന്നു, ഗോപിക്കുറി ഇട്ടിരിക്കുന്നു, ഒക്കെ കറക്റ്റ്. ആകെ വൈദ്യുതി മാത്രമല്ലേ പാവം ഇങ്ങോട്ട് ഓടി വന്നപ്പോ എടുക്കാൻ മറന്നുപോയതോ. ഇപ്പൊ വരുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്തേക്ക് രഥം വരുന്നതും. പിന്നെ അവർക്ക് ഭഗവാനെ കണ്ടാൽ അറിയാത്ത ആൾക്കാരെന്നല്ലോ ഗോപികമാർ. മനസ്സിലായി ഇത് വേറെ ഏതോ പണ്ട് ഏതൊരു ക്രൂരൻ വന്ന് കൊണ്ടുപോയതാണ്. അയാളുടെ പേര് അക്രൂരൻ എന്നാണ്. ഇത് വേറെ ഏതോ ക്രൂരൻ. ഇനിയിപ്പോ ആരെ കൊണ്ടുപോകാനാണോ വരുന്നത്? ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ലോ. നിരാശരായിട്ട് തിരിച്ചു പോകുമ്പോ ഉദ്ധവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഉദ്ധവർക്ക് അറിയില്ല അത് ഗോപികമാരാണെന്നും ഭഗവാന്റെ പരമഭക്തകളാണെന്നും ചോദിച്ചു. നന്ദഗോപരുടെ വീട്ടിലേക്ക് ഇങ്ങനെയല്ലേ പോവുക? തിരിച്ചൊരു നോട്ടം നോക്കിയില്ല ഗോപികമാര്. ഭഗവാന്റെ ദൂതനാണല്ലോ. ചോദിച്ചു എന്തിനാ വന്നേ ചോദിച്ചു.
ഞാൻ ഈ അച്ഛനമ്മമാരുടെയും ഭഗവാന്റെ ചില സുഹൃത്തുക്കൾ ഗോപികമാരും ഗോപന്മാരൊക്കെ ഇവിടെ ഉണ്ടെന്ന് കേട്ടു. അവരുടെയൊക്കെ സുഖവിവരം അറിയാൻ ഭഗവാൻ പറഞ്ഞയച്ചിട്ട് വന്ന ആളാണ്. പറഞ്ഞത് മാത്രമേ മുമ്പിൽ പറഞ്ഞുള്ളൂ. കൂടുതൽ ഞാൻ വിസ്തരിക്കുന്നില്ല. ബ്രഹ്മഗീതം, ഒരു വണ്ട് വരുന്നു ഗോപികമാരുടെ അടുത്തേക്ക്. ആ വണ്ടിനെ നോക്കി ഗോപികമാര് പറയുന്ന ഒരു സംഭാഷണം, അതാണ് ഭാഗവത്തിൽ ഗോപികമാരുടെ ഹൈഫ് പിന്നെയും കൂട്ടുന്നത്. പറയും, വണ്ടേ നിന്നെ പോലെയാണ് നിന്റെ സ്വാമിക്കുന്നത്. ഉദ്ധവനെ ചൂണ്ടിക്കാണിച്ച് പറയാ, വണ്ടേ നിന്നെ പോലെ തന്നെയാണ് ഇവന്റെ സ്വാമി. ഓരോ പൂവിലേക്ക് വരും, ആ പൂവിൽ നിന്ന് ആവശ്യത്തിന് തേനെടുക്കും, അടുത്ത പൂവിലേക്ക് വരും, പിന്നെ പഴയ പൂവിൽ തിരിഞ്ഞു നോക്കില്ല. അത് നമ്മൾ കേൾക്കുമ്പോൾ എന്ത് കരുതും? ഇപ്പൊ ഒരു കാമുകി പരാതി പറയുന്നു, ഉദ്ധവർക്ക് മനസ്സിലായി എന്തിനാ പറയണേ. അതുകൊണ്ട് എന്ത് ചെയ്തു? പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉദ്ധവരുടെ വിചാരം ഉണ്ടല്ലോ, ഞാനാണ് ഗുരുവായൂരപ്പന്റെ ഏറ്റവും അടുത്ത ആളെന്നുള്ളത് അതൊരു വെണ്ണ പോലെ പോയി. ഉദ്ധവൻ എന്താ ചെയ്തത്? ഭാഗവതം കേട്ട അമ്മമാർക്കറിയാം. ഒറ്റ ഒന്നേ ചെയ്തുള്ളൂ, ഗോപികമാരുടെ കാലിന്റെ അടിയിലെ മണ്ണ് പുരണ്ട വൃന്ദാവനത്തിലൂടെ ഉദ്ധവർ കയറുന്നു, ഉരുണ്ടു പറയുന്നു. ഇവിടെ അങ്ങോട്ട് ഉരുളുന്നു, ഇങ്ങോട്ട് ഉരുളുന്നു ഉദ്ധവൻ. ഭാഗവതിലെ ശ്ലോകം, വന്ദേ നന്ദം വ്രതസ്ത്രീണം പാദനീനം അഭിശ്വസം. നിങ്ങളുടെ കാലിന്റെ അടിയിലെ പൊടി കൊണ്ട് എന്റെ അഹങ്കാരം കാണാട്ടെ, ഞാൻ ശുദ്ധനാവട്ടെ എന്നാണ് പറഞ്ഞത്. പണ്ഡിതനായ വേദപണ്ഡിതനായിട്ടുള്ള ഭഗവാന്റെ ഒപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന, ഭഗവാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ഭഗവാൻ ഉപയോഗിക്കുന്ന ഉദ്ധവർക്ക് പോലും ഗോപികമാരെ പോലെ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ തർക്കത്രങ്ങളൊക്കെ പറയുന്ന ആളായതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഭഗവാനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഈ വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതലൊന്നും വേണ്ട. എന്റെ ഉണ്ണീന്ന് കണ്ട് നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ സ്നേഹിച്ചോളൂ. എന്റെ കാമുകന്ന് കണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ അങ്ങനെ സ്നേഹിച്ചോളൂ. എന്റെ അച്ഛൻ എന്റെ അമ്മ കണ്ട് സ്നേഹിക്കണം, അങ്ങനെ സ്നേഹിച്ചോളൂ. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഭക്തിയെ സ്നേഹത്തിന്റെ രൂപത്തിൽ ഭഗവാനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വിധിക്കപ്പെട്ടിട്ടുള്ള നാമമാണ് നാരായണ. ആ നാമം എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ആണ്, ആക്ച്വലി ഒരു മധുരമാണ്. ആ മധുരം കഴിച്ചാൽ കുറെ അസുഖം മാറുകയും ചെയ്യും, അങ്ങനെ പറയാം. നല്ല മധുരമുള്ളൊരു മിഠായി, ആ മിഠായി കഴിച്ചു കഴിഞ്ഞാൽ അസുഖം മാറും. നമ്മൾ എന്തിനു കഴിക്കുന്നു എന്നുള്ളതാണ് താല്പര്യം, അല്ലെ? നിങ്ങൾക്ക് മിഠായി കഴിക്കാനായിട്ടും അത് കഴിക്കാം, അല്ലെങ്കിൽ രോഗം മാറ്റാനായിട്ടും അത് കഴിക്കാം. എപ്പോഴും എന്ത് സെലക്ട് ചെയ്യാം? മധുരം കഴിക്കാനായിട്ട് നാരായണ നാമം കഴിച്ചാൽ മതി. എന്തിനു വേണ്ടി കഴിക്കണ്ട? രോഗം മാറ്റാനായിട്ട് കഴിക്കണം. അങ്ങനെ കഴിച്ച ആൾക്കാരുടെ കഥയും ഭാഗവതത്തിൽ എന്ന് പറയുന്നത് നാരായണ നാമം ഉണ്ടല്ലോ. ഭഗവാൻ ഈ പറയുന്ന പോലെ ഗോപികമാരുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ആളാണ്, പുല്ലാങ്കോൽ വായിക്കുന്ന ആളാണ്, ഈ കാളികന്റെ മുകളിൽ നൃത്തം ചെയ്യുന്ന ആളാണ്, ചേല മോഷ്ടിക്കുന്ന ആളാണ്, അർജുനന്റെ സാരഥിയാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഭഗവാൻ പരമഗുരുവാണ് എന്ന് പറയുന്നിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് നാരായണ ശബ്ദമാണ്. ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു, നമുക്ക് അറിയാം അദ്ദേഹത്തെ കൂടുതൽ വിസ്തരിക്കുന്നില്ല. അദ്ദേഹം ഒരു മഹർഷി ശപിച്ചു, ഞാൻ വന്നപ്പോ എണീറ്റില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത ജന്മത്തിൽ നീ ആനയായിട്ട് പോട്ടെ. അടുത്ത ജന്മം മുമ്പ് ആനയായി ഗജേന്ദ്രൻ അവരുടെ പേര്. ഗജേന്ദ്രൻ അദ്ദേഹത്തിന്റെ ഭാര്യമാരോട് കൂടി മക്കളോട് കൂടി ഈ ആന കുടുംബത്തോട് കൂടി മതിച്ചു നടന്നു കാട്ടിൽ. ആലോചിച്ചില്ല ദുബാരപ്പിനെ കുറിച്ച്. ഏതോ ഒരു സമയത്ത് വെള്ളം കുടിക്കാനായിട്ടൊരു നദിയിലേക്ക് ഇറങ്ങി. ഞാൻ ആദ്യം പോയിട്ട് വെള്ളം കുടിക്കാം, നിങ്ങൾക്കൊക്കെയുള്ള വെള്ളം കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇറങ്ങി. കാലിൽ ഒരു ഗന്ധർവൻ ശാപം കിട്ടിയൊരു മുതലായി കിടക്കുന്നുണ്ടായിരുന്നു, അത് കയറി പിടിച്ചു. പാവം വേദന കൊണ്ട് കുളഞ്ഞ് കരഞ്ഞു വിളിച്ചു. ഒപ്പമുള്ള ആൾക്കാരെ അവരെല്ലാരും ഓടി വന്നു, തുമ്പിക്കൈയിൽ പിടിച്ചു വലിച്ചു കയറ്റാൻ നോക്കി. ദിവസങ്ങൾ എടുത്തു. പക്ഷെ മുതൽ അതിനേക്കാൾ അപ്പുറത്തുള്ള വലിയ പിടിയെ പിടിച്ചിരുന്നു താഴെ. കുറെ കഴിഞ്ഞപ്പോ കൂട്ടത്തിലുള്ള ഒരു വലിയ ആന പറഞ്ഞത്, ഇനി ഇവരെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ഇവരെ നോക്കി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അതോ മതി, അതുകൊണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവരെ മനസ്സെല്ലാം മനസ്സോടെ അവിടെ പോയി. അപ്പൊ മനസ്സിലായി, ഇത്ര കാലം ഞാൻ അധ്വാനിച്ചത്, ഇത്ര കാലം ഞാൻ എന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചവര്, എനിക്കൊരു ആപത്ത് വന്നാൽ എന്തും അവരുടെ ജീവൻ കളഞ്ഞിട്ടും എന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചവര് ആരും എന്റെ കൂടെ അല്ലല്ലോ. ആരുടെ കഥയാ പറയണേ? ആരുടെയാണോ? ആരുടെ കഥയാണോ? ആരുടെ കഥ എല്ലാം മനസ്സിലാക്കി ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എപ്പോഴും ഒരാവശ്യം വന്നപ്പോ ആരും ഉണ്ടായില്ല. ആരുടെ കഥയാണ്?
ഏതോ ഒരു നിമിഷത്തിൽ ഒന്നുമില്ലാണ്ടായി മനസ്സിലാക്കിയപ്പോ തുമ്പിക്കൈ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഓടിച്ചു. എന്തിലോ തടഞ്ഞു. നോക്കി, ഒരു താമരപ്പൂ കണ്ടു. വേരോടെ പിഴുതെടുത്തു. തുമ്പിക്കൈ മുകളിലേക്ക് നീട്ടി വിളിച്ചു. എന്ത് പറയും? അമ്മ പറയുന്നത് ഉറക്കെ പറയും. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ആ വാക്ക് ഭാഗവത്തിൽ അവിടെയാണ് വിളിക്കുന്നത്. ഗജേന്ദ്രനാണ് ഭഗവാനെ വിളിക്കുന്നത്. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. അപ്പോഴാണ് ഭഗവാൻ ഗരുഡന്റെ പുറത്തേറി വന്ന് ഈ പറയുന്ന മുതലയെ നിഗ്രഹിച്ച് ഗജേന്ദ്രന് ശാപമോക്ഷം. നാരായണനാമം ഗജേന്ദ്രൻ മരുന്നായിട്ടാണ് കഴിച്ചത്. നമുക്ക് അവസ്ഥ കാണുന്നു. കാലിൽ മുതൽ കയറി പിടിക്കാനുള്ള അല്ല ആരെ ഗുരുവായൂരപ്പൻ എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. അതിന് ഇനിയിപ്പോ പഥ്യം നോക്കി ശുദ്ധിയെ നോക്കി ഒന്നും വേണം. എപ്പോഴും വിളിക്കും. ഏത് സമയത്തും നാരായണ 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 ചൊല്ലിക്കൊണ്ടേ പോകും. ഒരു പ്രയാസം വിചാരിക്കണം. എന്തുകൊണ്ടാണ് നാമസങ്കീർത്തനങ്ങൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് കലിയുഗത്തിൽ? ബാക്കിയുള്ള ഒന്നും ശ്രദ്ധ ഉണ്ടാവുമെന്ന് അറിയാം, അത് വേറെ. ഈ മനസ്സ്, നമ്മുടെ ഈ ശരീരം, ഈ ആത്മാവ് എന്നൊക്കെ പറയുന്നത് ആചാര്യന്മാർ പറയുന്നു ഒരു ക്ലോക്ക് പോലെ അത്ര. ഈ ക്ലോക്ക് ഏത് സമയത്ത് നിൽക്കുന്നോ ആ സമയം തൊട്ടാണ് അടുത്ത ക്ലോക്കിൽ വീണ്ടും റൺ ചെയ്യുക. ഈ ക്ലോക്ക് 12:50 നിന്നാൽ അടുത്ത ക്ലോക്ക് വാങ്ങി ഫിറ്റ് ചെയ്യുമ്പോൾ സമയം 12:50 തന്നെ തുടങ്ങുക. നമ്മുടെ ഈ ജീവനും അങ്ങനെയാണ്. നമ്മുടെ ചിന്ത എവിടെ വെച്ച് നിൽക്കുന്നോ ആ ചിന്തയിൽ നിന്നാണ് അടുത്ത ജീവൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഭാഗവതത്തിൽ കഥ അറിയാം. ജഡഭരതന്റെ കഥ പറയും ഭാഗവതത്തിൽ, അല്ലെ? അദ്ദേഹം വലിയ ജ്ഞാനിയൊക്കെ ആയിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വേദാന്തമൊക്കെ അറിയായിരുന്നു. മരിക്കാൻ നിൽക്കുന്ന സമയത്ത് തോന്നിത്രേ ഒരു മാനിനെ കുറിച്ച് ആലോചിച്ചു. അടുത്ത ജന്മം മാനായിട്ട് ജനിച്ചു. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു തോന്നുമ്പോ ഉറുമ്പിനെ കൊതു പോകുന്നു ആലോചിക്കാതിരിക്കുക. പകരം നാരായണനാമം ചൊല്ലുക. കാരണം എവിടെ അവസാനിക്കുന്നോ അവിടെയാണ് പുതിയ തുടക്കം. അപ്പൊ അവസാനത്തെ ചിന്ത എന്തായാലും ഭഗവാനായിരിക്കണം. ശരി, അങ്ങനെ ചെയ്യാത്തോണ്ട് നമ്മൾ പോകുന്നു. നമുക്കറിയോ നമ്മുടെ അവസാനം എപ്പോഴാണ്. പരീക്ഷയ്ക്ക് 7 ദിവസം ഉണ്ടായിരുന്നു. നമുക്ക് നാളെ ഉണ്ടോ? നാളെ തിരുനാരായണപുരത്തേക്ക് വരാം. നാളെ ഇവിടെ എന്താ പരിപാടി? നാളെ തിരുവാരൂരിൽ തോന്നുന്നു, അല്ലെ? അത് കാണാൻ വരാൻ ഉറപ്പുണ്ടോ? പരീക്ഷത്തിന് 7 ദിവസം കൊടുത്തിരുന്നു ഭഗവാൻ. നമുക്ക് അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ അടുത്ത മിനിറ്റ് നമുക്കുണ്ടോ? അപ്പൊ എന്തേ നിവൃത്തിയുള്ളൂ? തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതിരിക്കണം. നമ്മുടെ നരജന്മം സഫലമായി. അതായ അതേ നിവൃത്തിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? അയ്യോ വ്യാസ്, ഞങ്ങൾക്ക് അടുക്കളയിൽ പണിയുണ്ട്, ഞങ്ങൾക്ക് ഓഫീസിൽ ജോലിയുണ്ട്, ഞങ്ങൾക്ക് കുട്ടിയെ നോക്കണം, ഞങ്ങൾക്ക് വയ്യാത്ത അമ്മയെ നോക്കണം. നാക്ക് കൊണ്ടൊന്നും നമ്മൾ വലിയ പണികൾ എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യാം? സദാ നാമസങ്കീർത്തനം നാക്കിൽ ഉപയോഗിക്കും. നാം എന്തിനു തന്നു ഭഗവാൻ? നാരായണ നാമം ചൊല്ലാൻ. അത് അവസാന ഘട്ടത്തിൽ കയറി വിളിക്കുന്ന അവസ്ഥയിൽ എനിക്ക് എത്തിക്കരുത്. ആരെ പോലെ? വീണ്ടും ഭാഗവത ഉദാഹരണം കാണിച്ചിരുന്നു. അജാമിന്റെ കഥ. അജാമിൻ വലിയ ബ്രാഹ്മണനായിരുന്നു. എല്ലാ തരത്തിലുള്ള വേദപാരമ്പര്യം ഉണ്ടായിരുന്നു. ഭഗവാൻ ആരാണെന്ന് അറിയായിരുന്നു, ഒക്കെ അറിയായിരുന്നു. ഒരു ദിവസം അച്ഛനും അമ്മയ്ക്ക് വെള്ളം കൊണ്ടുവരാൻ പുഴയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു വേശ്യാസിനെ കണ്ടു. അതോടുകൂടി തീർന്നു. പിന്നെ ആ സ്ത്രീയുടെ കൂടെ ആയി. സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ചു, അമ്മയെ ഉപേക്ഷിച്ചു, ഭാര്യ ആയിട്ടില്ല വേശ്യാസ്ത്രീയെ കല്യാണം കഴിച്ചു. അവരുടെ കൂടെ കുറെ കാലം ജീവിച്ചു. സ്വത്ത് മുഴുവൻ പോയി, ആരോഗ്യം മുഴുവൻ പോയി, കുറെ കുട്ടികൾ അതിലുണ്ടായി, വയസ്സായി, ചാവാൻ കിടക്കാൻ സമയമായി. ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ദേവേന്ദ്രൻ അല്ല വന്നത്. സ്വർഗത്തിലേക്ക് വരൂ, ഫ്ലൈറ്റ് റെഡിയാണെന്ന് പറഞ്ഞത് യമദൂതന്മാർ കൊണ്ടുപോകാൻ വന്നത്. യമപാർശ്വം കൊണ്ട് യമദൂതന്മാര് കാണാൻ വന്നു. പോവല്ലേ ചോദിച്ചു. നമുക്ക് ആർക്കും വിളിച്ചാൽ പറഞ്ഞ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനില്ല. അങ്ങനെ പറഞ്ഞില്ല, സമയമായി, വരേണ്ട സമയമായി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ആ പാശം ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ആ അജാമിനെ കൊണ്ടുപോകാനായി യമദൂതന്മാർ വന്ന സമയത്ത് ഉറക്കെ വിളിച്ചു. എന്ത്? നാരായണ. ആരെ? മറ്റേ കിടക്കണോ? അല്ല, അവസാനത്തെ കുട്ടിക്ക് പേരിട്ടു. എന്ത്? നാരായണ. ആ മോനെ വിളിച്ചത്. കാരണം ഫാൻ ഇട്ട് തരാൻ, ലൈറ്റ് ഇട്ട് തരാൻ, കാലിന്റെ
അടിയിൽ മാത്രം കമ്പിൾ ഇത്തിരി നീക്കി വെച്ച് കൊടുക്കാൻ, കഞ്ഞിയിൽ ഉപ്പുമാവ് ചേർത്ത് ഇളക്കി കൊടുക്കാനൊക്കെ ആരും വേണമായിരുന്നു? നാരായണ വേണമായിരുന്നു. അതുകൊണ്ട് ഇതിനും വിളിച്ചു എന്ത്? അയ്യോ നാരായണ എന്നെ രക്ഷിക്കണേ. മകനല്ല വന്നത്, ഭഗവാന്റെ വിഷ്ണു ഭാഷന്മാരും പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, തൊട്ടു പോവരുത് എന്റെ ഭക്തനെ. എന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ വീണ്ടും ആദ്യം പറഞ്ഞ സിലബസിലേക്ക് നിന്ന് പോകുന്നു. ഈ പാലും വെള്ളവും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, എന്ത് തോന്നിയാസം കാണിച്ചാലും ചാവാൻ നേരത്തെ നാരായണാന്ന് വിളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞുണ്ടോ? അതാണ് ഇത് രണ്ടോട് മിക്സ് ചെയ്ത് കഴിക്കുള്ള പ്രശ്നം. അങ്ങനെയല്ല ഭാഗവതം പറയും. എന്ത് തെമ്മാടിത്തരം കാണിച്ചാൽ അവസാനം നാരായണ. അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ആവാം, ആരെ പോലെ ചേലപ്പറമ്പിന്റെ ഒക്കെ പോലെ ആവാം. ഗുരുവായൂർ നിങ്ങൾ ചേലപ്പറമ്പിന്റെ കഥയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെ? ഞാൻ വലിയ സ്ത്രീരംഭനായിട്ടുള്ള ഒരാളാണ്. ഞാൻ ഗുരുവായൂർ വരുന്ന ആളുകൾക്ക് അദ്ദേഹം ഗുരുവായൂരപ്പനിൽ തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അദ്ദേഹം ഗുരുവായൂർ വന്നിരുന്നത് അവിടെ വരുന്ന സ്ത്രീകളെ കാണാനാണ്. 80 വയസ്സുണ്ട്, 90 വയസ്സിന് മുകളിലുണ്ട്. എന്നാലും ഒരു 18 വയസ്സ് 17 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പോയി കൊഞ്ചിക്കുക, കുശലം പറയുക, ആ കുട്ടിയോട് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഏതോ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ തടപ്പള്ളിയിൽ കയറി തുടങ്ങി. അവിടെ ഒരു കീഴ്ശാന്തി ചോദിച്ചു എന്നാണ് ആദ്യമായിട്ട്. ഇതുവരെ ആരും അദ്ദേഹത്തിന്റെ വലിയ കായിക ബലമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇത് വലിയ കവിയൊക്കെ ആയിരുന്നു. എന്നാൽ ആരും അദ്ദേഹത്തെ ഭയപ്പെട്ടൊന്നും ചോദിക്കാത്ത സമയത്ത് ഒരു കീഴ്ശാന്തി ചോദിച്ചു പറയാം, ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഒറ്റ തവണ ചോദിച്ചു, ഇനിയെങ്കിലും മതി കൂടെ ഗുരുവായൂരപ്പന്റെ അടുത്തല്ലേ കിടന്നു. അത് കിട്ടി, അത് കൊണ്ടു. നേരെ ചെന്നു ആ കൊടിമരത്തിന്റെ ചോട്ടിലൂടെ ഭഗവാൻ അകത്തേക്ക് പോയി. ആ നമസ്കാര മണ്ഡപത്തിന് മുമ്പിൽ പോയി ഗുരുവായൂരപ്പനെ നോക്കി നമസ്കരിച്ച് കടന്നു എന്നാണ് അദ്ദേഹം എഴുതിയൊരു ശ്ലോകം ഉണ്ട്. അത് സംസ്കൃതമാണ്, ഞങ്ങളുടെ ചൊല്ലുന്നില്ല, ചിലപ്പോൾ തെറ്റിപ്പോയെങ്കിലും അതിൽ പറയുന്നത്, ഉത്താനപാദന്റെ മകനായിട്ടുള്ള ധ്രുവൻ 6 മാസം കൊണ്ട് മോക്ഷത്തെ കൊടുത്ത ഗുരുവായൂരപ്പ. അഭിമന്യുവിന്റെ പുത്രനായിട്ടുള്ള പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് മോക്ഷം കൊടുത്ത ഗുരുവായൂരപ്പ. ഗഡ്വാങ്കന്, പിങ്കളയ്ക്ക്, ഇവർക്കൊക്കെ 1/2 സെക്കൻഡ് കൊണ്ട് മോക്ഷം കൊടുത്ത ഗുരുവായൂരപ്പ. ഇത്രയും നാളെ ഞാൻ അങ്ങയെ ഓർത്തില്ല, ഇനിയുള്ള എന്റെ ആയുസ് അങ്ങയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആവണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ കിടക്കുന്നു. പിന്നെ എണീറ്റില്ല, അങ്ങനെ പോയി. അങ്ങനെ ആവാം. അല്ലാതെ എന്ത് ചെയ്തിട്ടും അവസാനം നാരായണാന്ന് വിളിച്ചുകൊണ്ട് ഒരു പാർശ്വനും വരാൻ പോകുന്നില്ല. പണ്ട് എവിടെ ഒരു ചേച്ചി പാവം, എനിക്ക് പരിചയമുള്ള ചേച്ചി യൂട്യൂബിൽ അവർ പറഞ്ഞതാ, നിഷ്കളങ്കയായതുകൊണ്ട് അവർ പറഞ്ഞതാ, വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്തു കഴിഞ്ഞാൽ പരീക്ഷയ്ക്കൊക്കെ നല്ലതാണ്, പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ പരീക്ഷയൊക്കെ പാസ്സാവുന്നു. പാവം 50 പോയി പറഞ്ഞു കൊടുത്തു. ആ ചേച്ചി പറഞ്ഞിട്ടുണ്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്ത പരീക്ഷ പാസ്സാവുന്നു. കുട്ടി ദിവസം 108 തവണ തിരിച്ചു, എല്ലാത്തിനും തോറ്റു. എന്താ പ്രശ്നം? തോക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ കുട്ടി പോയിട്ട് അമ്മയോട് പറഞ്ഞത്, അമ്മ എന്നെ വേദനയോട് കൂടി വിളിച്ചു പറഞ്ഞ കാര്യമാണ്. എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ദൈവം എന്നെ ജയിപ്പിക്കുന്നു നിങ്ങൾ പറഞ്ഞു, ഞാൻ തോറ്റു, ഇനി ആ ദൈവം എനിക്ക് വേണ്ട. ആരാണ് അവിശ്വാസികളെ സൃഷ്ടിക്കുന്നത്? ആരാണ് ഈ ധർമ്മത്തിൽ നിന്ന് കുട്ടികൾ ദൂരേക്ക് പോവാൻ കാരണമാവുന്നത്? പാലും വെള്ളവും മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കും. അതുകൊണ്ട് നാരായണ നാമം അജാമിളൻ വിളിച്ചതുപോലെ വിളിക്കാതിരിക്കാം, ഗജേന്ദ്രൻ വിളിച്ചതുപോലെ വിളിക്കാതിരിക്കാം, പിന്നെ ആരെപ്പോലെ വിളിക്കണം എന്നുള്ള പറഞ്ഞു വേണം എനിക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെ എന്തും ചെയ്യരുത് കേട്ടോ. ഞങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ലാബ് മാനുണ്ട്. അപ്പൊ ലാബിൽ പോകുന്ന സമയത്ത് അവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും എന്തൊക്കെ ലാബിൽ ചെയ്തുകൂടാ, ഡൂസ് ആൻഡ് ഡുനോട്ട്സ്. അപ്പൊ ഞാൻ ഡുനോട്ട്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആരെപ്പോലെ നാരായണ നാമം ജപിക്കണം. നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ ഒറ്റ ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത്ത് ശ്രീശബ്രഹ്മർഷിയോട് ചോദിക്കുന്നു, അല്ലയോ മഹർഷി, ഈ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഈ നാരായണന് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഭേദഭാവമില്ലേ? ഭഗവാൻ എപ്പോഴും ചാടി പുറപ്പെട്ടിറങ്ങുന്നത് ദേവന്മാർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചാടി പുറപ്പെട്ടിറങ്ങണം, അസുരന്മാർ ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നെപ്പോട്ടിസം, ഒരു സ്വജന പക്ഷപാതം ഭഗവാന് കൂടുതലില്ലേ? ദേവന്മാരോട് അസുരന്മാരോട് വിളിച്ചാൽ ഭഗവാൻ എന്താ പോവാത്തത്? ഈ ചോദ്യം കേൾക്കുന്ന പരീക്ഷത്തിന്റെ കേൾക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി അതിന് ഓർത്തെടുത്ത് പറയുന്ന ഉത്തരം ആരുടെയാണ്? അല്ലയോ മഹാരാജൻ, അങ്ങ് ഈ ചോദിച്ച ചോദ്യം
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങയുടെ മുതുമുത്തശ്ശനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് നാരദ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ട്. അതിന് നാരദ മഹർഷി പറഞ്ഞ ഉത്തരം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ഒരാളുടെ കഥ പറഞ്ഞു. ആരുടെ കഥ? ആരുടെ കഥയാ പറയാ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചു വിചാരിക്കുക, വ്യാസൻ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ കിട്ടുക? അതല്ല നമുക്ക് വേണ്ടേ. ഭഗവാനെ എപ്പോഴും ഇങ്ങനെ കൂടെ കിട്ടണം, ഭഗവാൻ എപ്പോഴും ഇങ്ങനെ കാണാൻ പറ്റണം, ഭഗവാനെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റണം. എന്താണ് വഴി എന്ന് വെച്ചാൽ ഞാൻ പറയും, അമ്മ അല്ലെങ്കിൽ ചേട്ടാ ഭക്തി ഉണ്ടായാൽ മതി കേട്ടോ. അപ്പൊ ചോദിക്കുന്നോട് ഈ ഭക്തി എങ്ങനെ ഉണ്ടാവുക? അല്ല അതിപ്പോ നാമം ജപിച്ചാൽ മതിയോ? മതി, കഴിയും. എന്റെ ഉത്തരത്തിലുള്ളൂ. കാരണം അത് എനിക്ക് അറിയില്ല എങ്ങനെ ഭഗവാനെ കിട്ടാൻ. എനിക്ക് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ, എനിക്ക് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടാത്തടത്തോളം കാലം ഞാൻ നിങ്ങളിൽ പെട്ട ആളാണ്. വെറുതെ മീൻ കഴിക്കാം, ഓ എനിക്കൊക്കെ അറിയാട്ടോ, അതുകൊണ്ട് എന്ത് കാര്യം? പക്ഷേ ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെ ഗുരുവായൂരപ്പനെ കിട്ടും. അതെന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കൊരട്ടി അങ്ങാടിയിൽ എവിടെയാണ് നല്ല പാൽപ്പായസം കിട്ടുകയെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് പോയി പായസം കുടിച്ച് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളായിരിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് ഊഹം പറയാനേ പറ്റുള്ളൂ, ഗസ്സേ ഉള്ളൂ. ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവിടെ ചെന്ന് പായസം കുടിച്ച ആൾക്കേ പറഞ്ഞു തരാൻ പറ്റൂ. ഇവിടുന്ന് നേരെ പോയി ഇടത്തേക്ക് പോയി 100 മീറ്റർ പോയി വലത്തേക്ക് പോയാൽ ആദ്യം കാണുന്ന കടയിൽ പായസം കിട്ടും. അങ്ങനെ പറയുന്നവര് അറിവുണ്ട്. എന്തിന്റെ അറിവ്? അനുഭവത്തിൽ നിന്നുള്ള അറിവ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത ഒരു കുട്ടി എങ്ങനെ ഗുരുവായൂരപ്പനെ കിട്ടുന്നു? ആര്? സാക്ഷാൽ പ്രഹ്ലാദൻ ചോദിച്ചല്ലോ. ഈ ഭഗവാന് ദേവന്മാരോട് എന്തോ കൂടുതൽ സോഫ്റ്റ് കോർണറും അസുരന്മാരോട് എന്തോ ദ്വേഷമുണ്ടോ? ഇല്ല എന്ന് പറയാൻ വേണ്ടി എടുത്ത കഥയാണ് നരസിംഹാവതാര കഥ. നരസിംഹാവതാര കഥയിൽ അവസാനം മാത്രമേ നരസിംഹുള്ളൂ, അതിൽ മുഴുവൻ പ്രഹ്ലാദന്റെ കഥയാണ്. ഞാൻ പറഞ്ഞത്, ഞാൻ കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രഭാഷണത്തിൽ എവിടെയെങ്കിലൊക്കെ ഒരു പോയിന്റ് എങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ തലമുറയുടെ കുട്ടികൾക്കാണ്. പുതിയ പ്രഹ്ലാദന്മാരെയാണ് നമുക്ക് വാർത്തു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത് എന്ത്, എങ്ങനെ കിട്ടും ഗുരുവായൂരപ്പനെ. ഞാനിത് ഇന്നത്തെ സെനോറിയോയിൽ പല സ്ഥലത്തും വ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പൊ ഈ ലഹരിയുടെയൊക്കെ കാലാണല്ലോ. ചണ്ടാമർക്കന്മാരുടെ സ്കൂളിൽ പോയിരുന്ന പ്രഹ്ലാദൻ എപ്പോഴും സന്തോഷം, ഏത് നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, കരയാണെങ്കിലും മുഖത്ത് പുഞ്ചിരി. ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന അസുര കുട്ടികൾ നോക്കിയ സമയത്ത് നമ്മളൊക്കെ വലിക്കുന്ന സാധനം കുറച്ചേരം കഴിയുമ്പോൾ തീരും. നമ്മൾ കലക്കി കുടിക്കുന്ന സാധനത്തിന്റെ എഫക്റ്റ് കയറി വന്നൊരു രാത്രി കഴിഞ്ഞ് കഴിഞ്ഞു. ഇവരെന്തോ ഒരു സാധനം കുടിക്കുന്നുണ്ട്, അതിന് ലൈഫ് ലോങ് എഫക്റ്റാണ്. എന്ത് സാധനം കുടിക്കുന്നത് ഇവരോടൊക്കെ പോയി ചോദിക്കാറുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് പ്രഹ്ലാദന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, പ്രഹ്ലാദ, ഞങ്ങളും തന്റെ അച്ഛൻ ഈ ഹിരണ്യകശിപു ജീവിക്കുന്ന നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, സ്വസ്ഥത എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഏത് നിമിഷവും കുട്ടികളുടെ കരച്ചില്, ഈ മഹർഷിമാരുടെ കരച്ചിൽ പറയുമ്പോ നമ്മുടെ ശത്രുക്കളൊക്കെയാണ്, എന്നാലും ഇങ്ങനെ ഒരു കൊല്ലലും. ഈ സമാധാനക്കേടൊന്ന് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോയിട്ടൊന്ന് പുറത്തു പോയി തിരിച്ചു വരുന്നത്. അതൊന്നും ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് തീർന്നു. നിനക്ക് ഫുൾ ടൈം ട്രിപ്പിംഗ് ആണല്ലോ, നീ എന്ത് സാധനം കഴിക്കണേ ചോദിച്ചു. ചിരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, ഞാൻ ശ്രീഹരിയാണ് കഴിക്കുന്നത്. അങ്ങനെ ഒരു ബ്രാൻഡ് ഇറങ്ങുന്നവർ ചോദിച്ചു എന്നല്ലേ പറയുന്നത്. എന്നാ അങ്ങനെ ഒന്ന് ചോദിച്ചു, അങ്ങനെ ഒന്ന് ഉണ്ടോ? അതുണ്ട്. അതെവിടെ കിട്ടുക? അവിടെ പട്ടി കിട്ടു കിട്ടും. എവിടെ കിട്ടുക പറഞ്ഞു തരും. കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു എവിടെ കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാഗവതത്തിന്റെ എസൻസ്, ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏത്? ഭാഗവതം എന്തിനാ വായിക്കണം? ഗുരുവായൂരപ്പനെ കിട്ടാൻ. ഗുരുവായൂരപ്പനെ കിട്ടാൻ എന്താ വഴി എന്ന് പറഞ്ഞു തന്നൊരു അസുരൻ കേട്ടോ. അല്ലെങ്കിൽ ദേവന്മാരെ കൊണ്ടല്ല ഭഗവാൻ പറയിച്ചത് എന്നെ എങ്ങനെ കിട്ടുന്നു, ഒരു അസുരക്കുട്ടിയെ കൊണ്ട് പറയിച്ചു എന്നെ എങ്ങനെ കിട്ടും. അപ്പൊ എന്ത് ചോദ്യം ഉത്തരമില്ല. നെപ്പോട്ടിസം ഗുരുവായൂരപ്പൻ ഉണ്ടോ എന്നുള്ള ചോദ്യം അതോടെ കഴിഞ്ഞു. പ്രഹ്ലാദൻ പറയുന്നു, നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ? 9 വിധത്തിൽ 9 തരത്തിൽ ഭഗവാനെ കിട്ടും. ശ്ലോകാരായ അമ്മമാരൊക്കെ അവിടെ ചൊല്ലുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ 9 വഴിയിലൂടെ കിട്ടും. ആദ്യത്തെ വഴി ഏതാ? ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കുക.
കേൾക്കലാണ് ആദ്യത്തെ പടി. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കേൾക്കാനാണ്. ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കുന്നുണ്ട്. കേട്ടിട്ട് വേണം ഭഗവാന്റെ ഈ അഷ്ടബന്ധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ. അതിന്റെ മുകളിൽ ഗുരുവായൂരിക്കും. കേട്ടാൽ ഭഗവാനെ കിട്ടും. കിട്ടിയ ആൾക്കാരുണ്ടോ? അതിന്റെ മനസ്സിലെത്തും പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മുടെ ഭാഗവതം നടക്കുന്നതുകൊണ്ട് പറയാം. രുക്മിണി ഭഗവാനെ കുറിച്ച് കേട്ട ഇഷ്ടം തോന്നി. ഭഗവാന്റെ പ്രൊഫൈൽ പിക്ചർ കണ്ടിട്ടില്ല, ഭഗവാൻ ചെയ്ത റീലൊന്നും കണ്ടിട്ടില്ല രുക്മിണി. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടു. വിദർഭയിലേക്ക് ഭീഷ്മകൻ എന്ന് പറയുന്ന തന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്ന മഹർഷിമാരിൽ നിന്ന് ഗോകുലത്തിൽ, വൃന്ദാവനത്തിൽ, അമ്പാടിയിൽ, മധുരയിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കേട്ട് 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 രുക്മിണി പതിയെ രുക്മിണി അല്ലാതെ കൃഷ്ണനായിട്ട് മാറും. അതുകൊണ്ടാണ് കത്തെഴുതിയത്. എന്ത്? എനിക്ക് ശിശുപാലനെ വേണ്ട, ഗോപാലനെ മതി. തേരിൽ പിടിച്ച് ഭഗവാൻ ഇങ്ങനെ കയറ്റുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ഭർത്താവിന്റെ മുഖം. ഓ, ഇതാണ് കൃഷ്ണൻ. കേട്ടിട്ടാണ് കിട്ടിയത്. കേട്ടതുകൊണ്ട് മാത്രം. ഇപ്പൊ ഭഗവാനെ കേട്ടാൽ കിട്ടും. രുക്മിണി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി, സാക്ഷാൽ മഹാലക്ഷ്മി. അതിനേക്കാൾ വലിയ ഉദാഹരണമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 9 വഴികൾ പറഞ്ഞു കൊടുത്ത പ്രഹ്ലാദനെ പോലെ നമുക്ക് നാരായണ നാമം ചൊല്ലാൻ സാധിക്കണം. അജാമിളന്റെ പോലെയല്ല, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗജേന്ദ്രന്റെ പോലെയല്ല. ദുർവാസാവ് മഹർഷി ഒരു കൃത്യം ഉണ്ടാക്കിയെടുത്തപ്പോ എന്റെ ഏകാദശി വ്രതം സംരക്ഷിക്കാൻ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഭരിച്ചപ്പോ സുദർശനൻ തന്നെ പിന്നാലെ വന്ന് ദുർവാസാവിനെ ഓടിച്ച അംബരീഷിനെ പോലെയല്ല. അവരെ പോലെ ആവാതെ കുഞ്ഞു പ്രായത്തിൽ തന്നെ പ്രഹ്ലാദനെ പോലെ നാരായണ നാമം ജപിക്കാൻ നമുക്ക് സാധിക്കണം. പ്രഹ്ലാദൻ കുട്ടിയോട് പറയുന്നുണ്ട് ഭാഗവതത്തിൽ തന്നെ, ഇപ്പോഴേ തുടങ്ങിക്കോളൂ, നമ്മൾ ചെറുപ്പാണ്. കുറച്ചു കഴിഞ്ഞാൽ ഒരു 10 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ മുട്ട് വളയാണ്ടാവും, ഭഗവാനെ നമസ്കരിക്കാൻ പറ്റില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-18 വയസ്സായി കഴിഞ്ഞാൽ പെൺകുട്ടികൾ പോകുമ്പോൾ നോക്കാൻ തോന്നും, കാമചിന്തകൾ വരും, പിന്നെ നമസ്കരിക്കാൻ തോന്നില്ല. ഇപ്പൊ നമ്മുടെ മനസ്സ് ഫ്രഷാ, ഇപ്പോഴേ ചെയ്തോളൂ. ആരാ പറഞ്ഞു കൊടുക്കണേ? ഒരസുരക്കുട്ടി മറ്റസുരക്കുട്ടികൾക്ക് ഉപദേശിക്കുന്നു. നോക്കൂ ഭാഗവതത്തിന്റെ മഹത്വം. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ എന്താണ് വഴി എന്ന് കാണിച്ചു എന്ന പ്രഹ്ലാദനെ പോലുള്ള കുഞ്ഞു കുട്ടികളെ വാർത്തെടുക്കാനായിരിക്കണം ഓരോ ക്ഷേത്രങ്ങളും നിലനിൽക്കേണ്ടത്. ഓരോ ക്ഷേത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തെ കാലഘട്ടങ്ങൾക്ക് ശേഷം ഏറ്റെടുക്കാനുള്ള നല്ല സനാതന ധർമ്മ വിശ്വാസികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. താല്പര്യം കൊടുക്കുന്നത് മാത്രമല്ല, അത് രണ്ടാമത്തെ കാര്യം. അതിനുവേണ്ടി ശ്രമിക്കുക. അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഗുരുവായൂരിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അർച്ചന. ഭഗവാൻ കൊടുക്കുക കുട്ടികളെ, ഭഗവാനെ അങ്ങയുടെ ധർമ്മം, അങ്ങ് അനുശാസിച്ച ധർമ്മം ഈ ഭൂമിയിൽ കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ ഇതാ പ്രഹ്ലാദന്മാരായിട്ടുള്ള ഈ കുട്ടികളെ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു എന്ന് പറയും. അതിനെന്ത് മടിയാണ് കാണിക്കേണ്ടത്? അതിന് എന്തിനാണ് നമ്മൾ അതിന് മടി വിചാരിക്കേണ്ടത്? അതിനുവേണ്ടി ശ്രമിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോ പ്രഹ്ലാദനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളൊക്കെ പ്രഹ്ലാദനാണല്ലോ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ജുവാണ്, ഗോപികമാരാണ്, ആരായാലും വേണ്ടില്ല. അവസാനം ചെന്നെത്തിച്ചേരേണ്ടത് എവിടെയാണ് എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അതുകൊണ്ട് തിരുനാരായണപുരത്ത് ജനിച്ചു. തിരുനാരായണപുരത്ത് അപ്പനെ എന്നും കാണാനുള്ള ഭാഗ്യമുണ്ട്. ഭഗവാന്റെ അലങ്കാരം കാണാനുള്ള ഭാഗ്യമുണ്ട്. ഓരോ തവണ എവിടേക്കാ പോണേന്ന് ചോദിക്കുമ്പോൾ തിരുനാരായണപുരത്ത് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഒരു നാരായണ ശബ്ദം വന്നതിന്റെ സുഹൃത്തുണ്ട്. ഇത്രയൊക്കെ പ്രിവിലേജുകൾ ഉണ്ടായിട്ടും നമ്മൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും എന്റെ ഈ അറിവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനിയിപ്പോ വ്യാസം ഞാൻ അജാമളനാണ്, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോളൂ. ഞാൻ ഗജേന്ദ്രനാണ്, എന്നെ മുതല പിടിക്കുമ്പോഴേ ഞാൻ വിളിക്കുള്ളൂ, ആയിക്കോട്ടെ, നോ ഇഷ്യൂസ്. നമ്മളങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ കുഞ്ഞു കുട്ടികളെ ഗജേന്ദ്രനും അല്ലെങ്കിൽ അംബരീഷനും അല്ലെങ്കിൽ അജാമലൊന്നും ആക്കാതെ പ്രഹ്ലാദന്മാരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. പ്രഹ്ലാദനിൽ നിന്ന് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഗുരുവായൂരപ്പന്റെ പരമഭക്തനാണെന്നുള്ളതല്ല, സ്വന്തം ധർമ്മത്തെ കുറിച്ച് ഒരു ചോദ്യം വന്ന സമയത്ത്, അത് സ്വന്തം അച്ഛൻ തന്നെ ചോദിച്ച സമയത്ത് തല ഉയർത്തിക്കൊണ്ട് ധർമ്മത്തിന് വേണ്ടി സംസാരിച്ച കുട്ടിയാണ് പ്രഹ്ലാദൻ. അതാണ് ഏറ്റവും വലിയ മഹത്വം. അല്ലാതെ ഗുരുവായൂരപ്പന്റെ പരമഭക്തനാണ്, അത് വലിയ മഹത്വം തന്നെയാണ്. പക്ഷെ സ്വന്തം അച്ഛൻ സ്വന്തം ധർമ്മത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു, എന്ത്, നിന്റെ ഈശ്വരൻ എവിടെയാണ്? നമ്മള് ഇവിടെ എവിടെയൊക്കെ ഉണ്ട് തോന്നുന്നു, അങ്ങനെയല്ല പറഞ്ഞത്.
ഇത്ര നേരം അച്ഛന്റെ കുട്ടിയായിരുന്ന പ്രഹ്ലാദനാണ് നടു ഉയർത്തിക്കൊണ്ട് ഉറച്ച ശബ്ദത്തിൽ പറയുന്നത്. നമ്മൾ ഇവിടെ ഈ പോയിന്റോടെ പറയാൻ പോയാൽ ഞാൻ ഗുരുവായൂരപ്പനെ പറയും. നമ്മൾ എന്തുമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും? എന്ത് പറഞ്ഞു പ്രഹ്ലാദൻ? തൂണിൽ നിരന്തരം ഭഗവാനുണ്ട്, കഴിഞ്ഞു. ഇവിടെ നമ്മൾ നിർത്തുന്നതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതഘട്ടം. തൂണിലും തിരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന് മാത്രമല്ല ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ പറഞ്ഞത്. ഒപ്പം പറഞ്ഞ രണ്ട് വാക്കുകൾ നമ്മൾ കട്ട് ചെയ്യും, സെൻസർ ചെയ്യും. എന്തു പറഞ്ഞു? ഈ തൂണിലും തുരുമ്പിലും ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പായി ഈ കാണാവുന്നതിന് മുഴുവൻ ആരുണ്ട്? ഭഗവാനുണ്ടെന്ന് പറഞ്ഞു. അത് പോട്ടെ, അത് സ്കിപ്പ് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. പ്രഹ്ലാദൻ പറഞ്ഞ ഒരു വാക്ക് മാത്രം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്ത്? അച്ഛ, എന്നിലും ഈ നിൽക്കുന്ന അച്ഛനിലും ഭഗവാനുണ്ട്. ആ വാക്കാണ് അവിടെ ഏറ്റവും പ്രധാനം. എന്റെ ഉള്ളിലുണ്ട്. ഈ ചോദ്യം ചോദിച്ചില്ലേ എന്നോട്? അങ്ങയുടെ ഉള്ളിലും എന്റെ ശ്രീഹരി ഉണ്ട് എന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കുട്ടിയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് പേടിച്ച് മാറിയത്. ഭഗവാൻ രൂപം കണ്ടു. മഹാദേവൻ ഭയന്നില്ലെങ്കിലും ഭഗവാനോട് ചോദിച്ചു പറയാം, ഭഗവാനെ ഇതൊന്ന് കുറച്ചുകൂടെ. ഭഗവാനും മാറിയുന്നു. ഓരോരുത്തരും വന്ന് സ്തുതിക്കുന്നു. മനുക്കൾ സ്തുതിക്കുന്നു, വേദങ്ങൾ സ്തുതിക്കുന്നു, ദേവന്മാർ സ്തുതിക്കുന്നു, യക്ഷകിന്നര ഗന്ധർവന്മാർ സ്തുതിക്കുന്നു. ഭഗവാന്റെ കോപം കൂടുക എന്നല്ലാതെ കുറയുന്നില്ല. അപ്പൊ ആകൊരു വഴിയുള്ളൂ. ആര് പറഞ്ഞിട്ട് കേൾക്കാത്ത ആൾ ആര് പറഞ്ഞാലും കേൾക്കുള്ളൂ, ഭാര്യ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അവർക്കറിയാം. ലക്ഷ്മിയെ വിളിച്ചതാണ്. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഒരു അപ്പു പറഞ്ഞതുപോലെ വന്നതേ ഭഗവതിക്ക് ഓർമ്മയുള്ളൂ. ഇതൊന്നും അല്ല എന്റെ ഭർത്താവ് പറഞ്ഞുകൂടെ. ഇങ്ങനെ രൂപം ഞാൻ പോലും കണ്ടിട്ടില്ല. മൂപ്പര് പറയുമ്പോ മീനായിട്ടും ആമയായിട്ടൊക്കെ പോയിട്ട് കണ്ടിട്ട് എന്ത് രൂപം. മാറി നിന്നു ലക്ഷ്മി പോലും. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരാൾക്ക് ഒരു പേടിയില്ല, ഹാപ്പി ആയിട്ട് നിൽക്കുന്നു, ചിരിച്ചോണ്ട് നിൽക്കുന്നു. ബ്രഹ്മാവ് പറയുന്നു, നിന്റെ ഭഗവാനെ സമാധാനിപ്പിക്കും. എന്തുകൊണ്ടാണ് പ്രഹ്ലാദന് പേടിയില്ലാതിരുന്നത്? പ്രഹ്ലാദൻ അറിയായിരുന്നു ഈ കാണിക്കുന്ന പതൊക്കെ ഭഗവാന്റെ ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഭഗവാന്റെ മേക്ക് ഓവർ. ഇത് ഭഗവാന്റെ മേക്കപ്പ്. ഒട്ടൂർ എഴുതിയ ഒരു കൃതിയിൽ ഒട്ടൂർ പറയുന്നുണ്ട്, അദ്ദേഹം എനിക്കൊന്ന് കിളിപ്പാട്ടിലാണോ, അത് ഒട്ടൂരിനാണോ എഴുത്തച്ഛനെയാണോ എനിക്ക് കൃതിയുടെ ഓർമ്മയില്ല. ബ്രഹ്മാവ് പറയത്രേ പ്രഹ്ലാദനോട്, പ്രഹ്ലാദ നീ ധൈര്യമായിട്ട് കയറിപ്പോക്കോ, എന്നിട്ട് ഭഗവാന്റെ താടി ഉണ്ടല്ലോ ആ താടി കൊണ്ട് പിടിച്ച് വലിച്ചോ, ഒരു കുഴപ്പമില്ല, സൂക്ഷിച്ചു നോക്ക്, അത് നിന്റെ ഗുരുവായൂരപ്പനാണ്. ആ ചുറ്റും വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് ഗുരുവായൂർ ആനപ്പുറത്ത് വീശുന്ന വെഞ്ചാമരം ഭഗവാൻ ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കുന്നതാണ്. മേക്കപ്പാണ്. ആ വെഞ്ചാമരം ഇങ്ങനെ ചുറ്റും വെച്ചതുകൊണ്ട് എന്തായിട്ട് തോന്നുന്നു? സിംഹമായിട്ട് തോന്നുന്നു. അത് ഗുരുവായൂരപ്പൻ തന്നെ. പോയി പിടിച്ച് വലിച്ചോന്ന് പറയും. പ്രഹ്ലാദനെ മടിയിൽ വെച്ച് ഭഗവാൻ ചോദിക്കുന്നു, പ്രഹ്ലാദൻ നിനക്ക് പേടിയുണ്ടോ എന്നെ? എനിക്കൊരു പേടിയില്ല ഭഗവാൻ. പക്ഷെ അങ്ങേ എനിക്ക് പേടിയില്ല. പക്ഷെ അങ്ങയുടെ ഈ കയ്യിലൊന്നൊരു ചക്രം ഉണ്ടല്ലോ, ഈ സുദർശനല്ല, ഏത് മായ, ആ ചക്രത്തെ എനിക്ക് പേടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് പ്രഹ്ലാദ ചരിതം പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ദയവായിട്ട് ഈ തൂണിൽ ഭഗവാനുണ്ട്, ഈ കല്ലിൽ ഭഗവാനുണ്ട് എന്നൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആത്യന്തികമായിട്ട് നിങ്ങൾ പറയേണ്ടത് നിന്റെ ഉള്ളിലും എന്റെ ഉള്ളിലും ഉള്ളത് ഒരേ ഗുരുവായൂരപ്പനാണ്. അപ്പോഴേ നമ്മളൊക്കെ പാല് കുടിക്കുന്ന കുട്ടികളാവുള്ളൂ. അല്ലെങ്കിൽ പാലും വെള്ളം കുടിക്കുന്ന കുട്ടികളായിട്ട് മാറും. 2 സ്പൂൺ പാലിന് 10 ഗ്ലാസ് വെള്ളമാണ് ഇന്ന് നമ്മൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്കത് കുറയ്ക്കാൻ സാധിക്കില്ല. കുറച്ചെങ്കിലും ഒരു 2-3 വർഷം കഴിയുമ്പോഴെങ്കിലും തുല്യ അനുപാതത്തിൽ അത് കഴിഞ്ഞ് വെറും 2 സ്പൂണൊക്കെ അത് മതിയെന്ന്. പാലായിട്ട് കുടിക്കുക, മിക്സ് ചെയ്യാൻ. അതിന് പറ്റുന്ന ഒരു അന്തരീക്ഷ, ഒരു ക്ഷേത്രം, അതിനുവേണ്ടി ഓടി നടക്കുന്ന സംഘാടകർ, ശാന്തി ചെയ്യുന്ന തിരുമേനി, പാത്രസമിതിയിലുള്ള അമ്മമാരൊക്കെ കൊണ്ടും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ള സ്ഥലം തന്നെയാണ് തിരുനാരായണപുരം. അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും നേരങ്ങളിൽ ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഇത്രയും പേര് ഇവിടെ വരുന്നത്. വ്യാസം പ്രഭാഷണം നടത്തുന്ന ഒരാൾ ഇവിടെ അല്ല, എന്നായി പറയാം. ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുമല്ലോ, അത് കേൾക്കാലോ, അത്രേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് തോന്നുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ ഗുരുവായൂരപ്പനുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അതാണ് എല്ലാത്തിനുള്ള കളിച്ച്. ഇപ്പൊ ആൾക്കാരൊക്കെ പോകുമ്പോ ഗുരുവായൂരപ്പന്റെ കഥ പറയുന്ന ഏട്ടനല്ലേ എന്നുള്ളതുണ്ടോ? ആ ഗുരുവായൂരപ്പന്റെ അഡ്രസ് എനിക്കുള്ള അഡ്രസ് ഉള്ളൂ. അല്ലാതെ എനിക്ക് മാത്രമായിട്ട് എന്ത് കളിച്ചിട്ടുണ്ട്? നമുക്കൊക്കെ എന്ത് കളിച്ചിട്ടുണ്ട്? അതുകൊണ്ട് ആ ഭഗവാനെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും, അതിവിടെ വിശേഷിച്ച് നാരായണ നാമം കൊണ്ട്
നമുക്ക് ഭഗവാനെ എത്രത്തോളം സേവിക്കാൻ സാധിക്കുമോ അത്രത്തോളം സേവിക്കാൻ സാധിക്കട്ടെ. ഭഗവാൻ ഞാനിപ്പോൾ അടുത്ത് പറഞ്ഞ ആ ഒരു പോയിന്റോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യുദ്ധം കഴിഞ്ഞ് സ്വന്തം അച്ഛന്റെ സഹോദരിയായിട്ടുള്ള കുന്തി മാതാവിന്റെ അടുത്ത് പോകുന്നു ഭഗവാൻ. അമ്മയോട് ചോദിക്കുന്നു, അമ്മേ ഞാൻ ഇനി അമ്മയ്ക്ക് എന്താണ് ചെയ്യുന്നത് വേണ്ടത്, എന്തൊക്കെ ചെയ്തു കൊടുത്തു ആലോചിച്ചു. ആ 5 മക്കളെ ജീവനോടെ തിരിച്ചു കൊടുത്തതാണ് ഭഗവാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ചോദിക്കുകയാണ് അച്ഛൻ പെങ്ങളുടെ അടുത്തിരുന്നിട്ട്, അമ്മ ഞാൻ ഇനി എന്താണ് ചെയ്തു തരേണ്ടത്, എന്തെങ്കിലും ചോദിക്കും. നമ്മളാണെങ്കിൽ ചോദിക്കും, കൃഷ്ണ തറ കെട്ടിയിട്ടുണ്ട്, ലോണൊന്നും ചോദിക്കാം. ഗുരുവായൂരോട് നമുക്ക് എന്തും ചോദിക്കാം, ഭക്തി മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ എപ്പോഴും പറയാറില്ല. നിങ്ങളുടെ ഉണ്ണിയാണ്, നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങളുടെ മകനാണ്. നിങ്ങളുടെ മകനോട്, നിങ്ങളുടെ കൂട്ടുകാരനോട്, നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ആളോട് നിങ്ങൾ എന്ത് ചോദിക്കില്ലേ, അതുപോലെ ചോദിച്ചോളൂ. പക്ഷെ നിങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ വേറെ എവിടെയും പറയാത്തൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ, ചോദിക്കുകയേ ചെയ്യുന്നത്. സുധാമാവ് എന്ത് ചോദിച്ചു ഭഗവാനോട്? ചോദിച്ചു, കൃഷ്ണ അവര് കൊണ്ടുവന്ന് തന്നെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, തരൂ. അങ്ങനെയാണോ? ഒന്നും ചോദിച്ചില്ല. ഒന്നും ചോദിക്കാത്തവർക്കാണ് ഭഗവാൻ തന്നെ എടുത്തു കൊടുക്കുന്നത്. അതും ഭഗവാൻ കുടുംബത്തോടെ കൊടുക്കും. അങ്ങനെ സ്വഭാവം ഗുരുവായൂർ. അപ്പൊ അതുകൊണ്ട് ആ കുന്തി മാതാവ് ഭഗവാനോട് പറയുന്നു, കൃഷ്ണ നീ ഇതൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം, എങ്കിലും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തന്നെയാണ് എനിക്ക് സാധിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആപത്തുകളെ തരണേ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഭഗവാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. എന്താ വാക്ക് മാറിപ്പോയ അമ്മയെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞത് ആപത്തുകളെ തരണേന്നാണ്. അതെ കൃഷ്ണ, ആപത്തുകളെ തരണേ. എന്തിനാ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? എപ്പോഴും സന്തോഷം വന്ന അമ്മയെ മറന്നു പോകും ഗുരുവായൂരപ്പ. അതുകൊണ്ട് ആപത്തുകൾ വരുമ്പോ ആ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് അവിടെ ഓടി വരുമല്ലോ. ഞങ്ങൾക്ക് അങ്ങയെ കാണാനോ, അങ്ങയോട് സംസാരിക്കാനോ, അങ്ങയെ തൊടാനോ, അങ്ങയുടെ കൂടെ ഇരിക്കാനോ, അങ്ങയുടെ ഈ കളഭത്തിന്റെ ഈ പീതാംബരത്തിന്റെ ഒക്കെ ആ ഗന്ധം ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അതിനു വേണ്ടി ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആപത്തുകളെ തന്നുകൊണ്ടിരിക്കണേ ഭഗവാനെ ബുദ്ധിമാതാവ് പ്രാർത്ഥിക്കുന്നു. അതുപോലെയുള്ള അമ്മമാര് ജീവിച്ച മണ്ണാണ് ഈ ഭാരതം. ആ ഭാരതത്തിന്റെ ആ വലിയ വിശ്വഗുരുവായിട്ടുള്ള സംസാരത്തിലേക്കുള്ള പാതയിൽ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല നല്ല പ്രണാദകുമാരന്മാരെ, നല്ല നല്ല മഞ്ജുള വാരസ്യ കുട്ടികളായിട്ട് വാർത്തെടുക്കാൻ തിരുനാരായണപുരത്ത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ കുട്ടികൾ ഡാൻസ് ചെയ്യാൻ മേക്കപ്പൊക്കെ ചെയ്തു വന്നിട്ട് കുറെ നേരമായി. ഇയാളാണെങ്കിൽ നിർത്തുന്നില്ല. അവർ പറയാൻ വിചാരിക്കണം, എന്ത് ബ്രഹ്മബോധത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കാണില്ല എന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് അവർക്കും കൂടെ ഇത് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ധർമ്മം. അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസരം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ പല തെറ്റുകളും ഉണ്ടാവാം, പലതരത്തിലുള്ള മിസ്മാച്ചസ് ഉണ്ടാവാൻ പോട്ടവർ. ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനിയെങ്കിലും നല്ല ശുദ്ധമായ പാല് കുടിച്ച് വരാൻ തിരുനാരായണപുരത്തുള്ള ആൾക്കാർ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആൾക്കാരുടെ ചെയർ വന്നിടുന്നതല്ലാതെ ആൾക്കാർ ചെയറിൽ നിന്ന് എണീറ്റ് പോയത് ഞാൻ കണ്ടില്ല. താങ്ക് യു സോ മച്ച് ഇത്ര കാര്യം ഇരുന്നതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ എല്ലാ തരത്തിലുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ പ്രഭാഷണത്തെ ഗുരുവായൂരപ്പന്റെ തൃക്കാക്കൽ ഒരു താമരപ്പുമായിട്ട് സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദി